സ്തുതിക്കുന്നു. ഇങ്ങനൊരവസരം ദൈവം എനിക്കും തന്നതിനായി ഞാൻ ദൈവത്തെ ആദ്യമായിട്ട് നന്ദി കരയേറ്റുന്നു. കർത്താവേ, ഹല്ലേലൂയ. ഇപ്പം അന്നമാൻറ്റി പറഞ്ഞ ഓരോ വിഷയങ്ങളും നമ്മൾ കേട്ടു. വല്ലാത്ത ഒരു അവസ്ഥയിൽ കൂടെ ലോകം കടന്നു പോകുമ്പോൾ കർത്താവ് നമുക്കിങ്ങനൊരു അവസരം തന്നു നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവാനും വാഴ്ത്തുവാനും. അതിനാൽ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിച്ചോട്ടെ. ദൈവമായ കർത്താവെ, അടിയനെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവെ, സഹായിക്കണമേ. അടിയനൊന്നുമില്ല, നിൻ്റെ ദയയല്ലാതെ നിൻ്റെ കൃപയല്ലാതെ ഒന്നുമില്ലപ്പാ. അടിയനെ സമ്പൂർണ്ണമായ അപ്പച്ചന് പാദത്തിൽ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. സ്തുതിക്ക് യോഗ്യനായവനെ നിന്നെ പാടി സ്തുതിപ്പാൻ ഇന്ന് പകൽക്കാലം ഞങ്ങൾക്കെല്ലാം സഹായിക്കണം കർത്താവെ. ഈ സന്ധ്യായ സമയത്ത് ഈ ഡിവൈസിലുള്ള എല്ലാവരെയും അപ്പച്ചൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഒന്നിച്ച് പാടി നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണം. സകല മാനവും സകല മഹത്വം അപ്പം നിനക്ക് മാത്രം തരുന്നു, യേശു അപ്പച്ചൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവത്തെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ സൂം മീറ്റിങ്ങിലേക്ക് എന്നെ പരിചയപ്പെടുത്തിയത് പ്രിയ ജെസ്സി ആൻറ്റിയാണ്. ഞാൻ ജെസ്സി ആൻറ്റിയോടുള്ള ഹൃദയമായ നന്ദി കരയേറ്റുന്നു. ആദ്യമായിട്ടും എനിക്ക് ആത്മീയത്തിൽ 1-2 മാസം കൊണ്ട് ചില വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ വന്നപ്പോൾ എന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ആൻറ്റി, ജെസ്സി ആൻറ്റി. ഞാൻ ജെസ്സി ആൻറ്റിയോട് നന്ദി പറയുന്നു. ജോയ് സിസ്റ്റർ നന്ദി കരയേറ്റുന്നു. ഇങ്ങനൊരു അവസരം എനിക്ക് തന്നതിനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സങ്കീർത്തനക്കാർ പറഞ്ഞ പോലെ, വരുവീൻ നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. സങ്കീർത്തനം 95:6 അത് പറയുന്നു. നമ്മളെ നിർമ്മിച്ച നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി നമ്മുടെ എല്ലാ അവസ്ഥയിലും ഏത് സാഹചര്യത്തിലും നമ്മളെ സഹായിക്കുന്ന നമ്മുടെ ദൈവം, വിശ്വസ്തനും വാക്കുമാറാത്തവനായ കർത്താവിനെയാണ് നമ്മൾ സ്തുതിക്കുന്നത്. സങ്കീർത്തനം 100:4-5 പറയുന്നു, അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവീൻ, അവന് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ വാഴ്ത്തുവീൻ. നന്ദിയോട് സ്തോത്രം അപ്പ. ഈ നല്ല വചനങ്ങൾക്കായി സ്തോത്രം. നമ്മളെ ബലപ്പെടുത്തുന്ന വചനം, നമ്മളെ ശക്തീകരിക്കുന്ന വചനം, നമ്മുടെ സന്തോഷത്തിലും നമ്മുടെ ദുഃഖത്തിലും രോഗത്തിലും നമ്മളെ ബലപ്പെടുത്തുന്ന, നമുക്ക് വിടുതൽ തരുന്ന ഈ വചനമെന്ന് മാത്രമാണ്. നമ്മൾ ആദ്യമായി ഒരു മലയാളം പാട്ട് പാടി ദൈവത്തെ സ്തുതിപ്പാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു ഹിന്ദി പാട്ടും പാടും, നമുക്കൊന്നിച്ച് ചേർന്ന് പാടാം. യേശുവെ, നിൻ തിരുപാദത്തിൽ വന്നേ, നീ മതി നീ മതിയേ, എപ്പോഴും നിന്നെ പാടി സ്തുതിച്ചാൽ ആനന്ദമാനന്ദമേ. നന്ദിയോട് സ്തോത്രം. യേശുവേ, നിൻ തിരുപാദത്തിൽ വന്നേ, നീ മതി നീ മതിയേ. യേശുവേ, നിൻ തിരുപാദത്തിൽ വന്നേ, നീ മതി നീ മതിയേ, എപ്പോഴും നിന്നെ പാടി സ്തുതിച്ചാൽ ആനന്ദമാനന്ദമേ. എപ്പോഴും നിന്നെ പാടി സ്തുതിച്ചാൽ ആനന്ദമാനന്ദമേ. നല്ലവനേ, വല്ലവനേ, ആരാധ്യനേ, ആരാധ്യനേ, നല്ലവനേ, വല്ലഭനേ, ആരാധ്യനേ, ആരാധ്യനേ. നീ ചെയ്ത നന്മകളോരോന്നും ഓർത്താൽ ഉള്ളം നിറയും നാഥാ. നീ ചെയ്ത നന്മകളോരോന്നും ഓർത്താൽ ഉള്ളം നിറയും നാഥാ. പരിശുദ്ധ രക്തം എനിക്കായി ചിന്തി, നന്ദി നന്ദി നാഥാ. പരിശുദ്ധ രക്തം എനിക്കായി ചിന്തി, നന്ദി നന്ദി നാഥാ. പരിശുദ്ധനേ, ഉന്നതനേ, ആരാധ്യനേ, ആരാധ്യനേ. പരിശുദ്ധനേ, ഉന്നതനേ,
എന്തെന്തോ ഭാരങ്ങൾ ജീവിതേ വന്നാലും നിന്നെ പിരിയുകില്ല. എന്തെന്തോ ഭാരങ്ങൾ ജീവിതേ വന്നാലും നിന്നെ പിരിയുകില്ല. എൻ ജീവൻ നിന്നിൽ അർപ്പിക്കും നാഥ, നിശ്ചയം നിശ്ചയമേ. ആമേൻ. എൻ ജീവൻ നിന്നിൽ അർപ്പിക്കും നാഥ, നിശ്ചയം നിശ്ചയമേ. രക്ഷകനേ യേശുനാഥ, ആരാധനേ ആരാധനേ. രക്ഷകനേ യേശുനാഥ, ആരാധനേ ആരാധനേ. നല്ലവനേ വല്ലവനേ, ആരാധനേ ആരാധനേ. പരിശുദ്ധനേ ഉന്നതനേ, ആരാധനേ ആരാധനേ. രക്ഷകനേ യേശുനാഥ, ആരാധനേ ആരാധനേ. പരിശുദ്ധനേ യേശുനാഥ, ആരാധനേ ആരാധനേ. ഹല്ലേലൂയ. നമ്മുടെ പിതാവ് ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമാണ്. ഹല്ലേലൂയ. ആരാധനയ്ക്ക് യോഗ്യനായ നമ്മുടെ ദൈവം നമ്മുടെ അപ്പ പിതാവാണ്. ഏത് നേരത്തും ഓടിച്ചെന്ന് അപ്പാന്ന് വിളിക്കാൻ നമുക്ക് പുത്രത്വത്തിന്റെ ഹല്ലേലൂയ ആ അവകാശം നമുക്ക് തന്നിരിക്കാം. നമുക്ക് ചേർന്ന് ഒന്നുകൂടെ പാടാം. നല്ലവനേ വല്ലവനേ, ആരാധനേ ആരാധനേ. ആമേൻ. നല്ലവനേ വല്ലവനേ, ആരാധനേ ആരാധനേ. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. ആരാധനായ ദൈവത്തെ പാടി സ്തുതിപ്പാൻ നമ്മളെ ദൈവം സഹായിച്ച അവൻ്റെ കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് അല്പനേരം നമ്മൾ സന്നിധിയിലായിരിക്കും. നമ്മളെ തന്നെ സമർപ്പിക്കാൻ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ. സ്വർഗം അവൻ്റെ സിംഹാസനം, ഭൂമി അവൻ്റെ പാദപീഠമാണ്. നമ്മൾ ആദ്യമായിട്ട് നമ്മളെ തന്നെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നമ്മൾ സമർപ്പിച്ച് നമുക്കൊരു പാട്ട് പാടാം. ഹല്ലേലൂയ. ഖുദ് കോ മേ ദേത്താ ഹൂँ, पूरे दिल से अर्पण करता हूँ, कुम्हार के हाथों में बर्तन समान. ഹല്ലേലൂയ. ആ നല്ല കുശവൻ്റെ കയ്യിൽ നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിന് ഇഷ്ടമുള്ള പോലെ നമ്മളെ ഒന്ന് പണിതെടുക്കട്ടെ. നമ്മളെ ഉപയോഗമുള്ളവരായി, ഉത്തരവാദിത്തമുള്ളവരായി, മാനപാത്രമായി ദൈവം ഒന്ന് നമ്മളെ ഒന്ന് മെനഞ്ഞെടുക്കട്ടെ. ഹല്ലേലൂയ. ആ നല്ല കുശവൻ്റെ കയ്യിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. खुद को मैं देता हूँ, पूरे दिल से अर्पण करता हूँ, कुम्हार के हाथ
हाथों में बर्तन समान, मुझको बना दे तू मेरे प्रभु। खुद को मैं देता हूँ, पूरे दिल से अर्पण करता हूँ। कुम्हार के हाथों में बर्तन समान, मुझको बना दे तू मेरे प्रभु। मैं थक ना जाऊं प्रभु इस जिंदगी में कभी, जब तक ये जान है प्रभु संग तेरे रहना है। मैं थक ना जाऊं प्रभु इस जिंदगी में कभी, जब तक ये जान है प्रभु संग तेरे रहना है। अनुग्रह दे तेरी आत्मा से, ताकि बना रहूं मैं सर्वदा। अनुग्रह दे तेरी आत्मा से, ताकि बना रहूं मैं सर्वदा। अपनी जान दी है तूने, यीशु में तेरा हूँ। पीछे न हट जाऊं मैं, ऐसा दो सामर्थ प्रभु। अपनी जान दी है तूने, यीशु में तेरा हूँ। पीछे न हट जाऊं मैं, ऐसा दो सामर्थ प्रभु। उद्धार की घोषणा करके सामस मुझको तू भर दे प्रभु। उद्धार की घोषणा की सामस मुझको तू भर दे प्रभु। वचनों पर से रहूं मैं, यीशु तेरे आने तक तुझसे लिपटा रहूं मैं। यीशु तू काफी मुझे ക്ഷീണിച്ചു പോയിടല്ലേ. നാഥായി ഭൂവിൽ ഞാൻ ജീവൻ പോകുവോളോ നിന്നോടു ചേർന്നു നിൽപ്പാൻ കൃപയേകണേ. നിന്നാത്മാവിനാൽ സമ്പൂർണമായി നിലനിന്നിടാൻ കൃപയേകണേ. നിന്നാത്മാവിനാൽ സമ്പൂർണമായി നിലനിന്നിടാൻ നിൻ ജീവൻ നൽകിയതാ ഞാനെന്നും നിന്റേതല്ലേ. പിന്മാറിപ്പോയിടുവാൻ ഇടയാകല്ലേ നാഥാ. നിൻ ജീവൻ നൽകിയതാ ഞാനെന്നും നിന്റേതല്ലേ. പിന്മാറിപ്പോയിടുവാൻ ഇടയാകല്ലേ നാഥാ. ഞാനെന്നെ നൽകിയിടുന്നേ സമ്പൂർണമായി സമർപ്പിക്കുന്നേ. കുശവന്റെ കയ്യിലെ മൺപാത്രം പോൽ എന്നെയൊന്നു നീ പണിയേ.
ദൈവമേ, ഞാൻ ക്ഷീണിച്ചു പോയിടല്ലേ. നാഥായി ഭൂവിൽ ഞാൻ ജീവൻ പോകുവോളോ നിന്നോടു ചേർന്നു നിൽപ്പാൻ. ക്ഷീണിച്ചു പോയിടല്ലേ. നാഥായി ഭൂവിൽ ഞാൻ നിന്നോടു ചേർന്നു നിൽപ്പാൻ. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെ അവസരം കർത്താവിനോട് ചേർന്ന് നിന്നോട് നമ്മുടെ ജീവിതകാലം കഴിച്ചു കൂട്ടുവാൻ ഓരോ ദിവസവും ഓരോ നിമിഷവും നമുക്കിടയാകട്ടെ. നമുക്ക് തരുന്ന ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. അത് കർത്താവിന് വേണ്ടിയുള്ളതാണ്. ഹല്ലേലൂയ. നമ്മൾ കർത്താവിന് സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ടായിരിക്കാൻ ഓരോ ദിവസവും കർത്താവ് സഹായിക്കട്ടെ. ഹല്ലേലൂയ. നമുക്കൊരു പാട്ടൂടെ പാടാം. നമ്മൾ ഹല്ലേലൂയ. വചനം പറയുന്ന പോലെ, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. നന്ദിയോട് സ്തോത്രം. ഈ ഒരു പാട്ടൂടെ പാടി നമുക്ക് ദൈവമായ കർത്താവിനെ ഒന്ന് ആരാധിക്കാം. ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ സ്നേഹം പ്രാപിപ്പാൻ, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. നന്ദിയോട് സ്തോത്രം. യോഗ്യനല്ല യേശുവേ നിൻ സ്നേഹം പ്രാപിപ്പാൻ, ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ നന്മ പ്രാപിപ്പാൻ, ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ സ്നേഹം പ്രാപിപ്പാൻ, ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ നന്മ പ്രാപിപ്പാൻ, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. എത്ര നല്ല സ്നേഹമേ, നന്ദിയോടെ വാഴ്ത്തും ഞാൻ. എത്ര നല്ല സ്നേഹമേ, നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഞാൻ ദോഷങ്ങൾ നിരൂപിച്ചു, ദോഷങ്ങൾ പ്രവർത്തിച്ചു, ഞാൻ ദോഷമായി നിരൂപിച്ചു, ദോഷങ്ങൾ പ്രവർത്തിച്ചു, എങ്കിലും കനിഞ്ഞു നീ, എങ്കിലും ക്ഷമിച്ചു നീ, എങ്കിലും കനിഞ്ഞു നീ, എങ്കിലും ക്ഷമിച്ചു നീ. ഇത്ര നല്ല സ്നേഹമേ, നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ആമേൻ. എത്ര നല്ല സ്നേഹമേ, നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഞാൻ നാട്ടൊലിവായി തീർന്നിട്ടും കായ്ച്ചതില്ല സൽഫലം, ഞാൻ നാട്ടൊലിവായി തീർന്നിട്ടും കായ്ച്ചതില്ല സൽഫലം, എങ്കിലും ഈ കൊമ്പിനെ എങ്കിലും ഈ കൊമ്പിനെ എത്ര നല്ല സ്നേഹമേ, നന്ദി
വാഴ്ത്തും ഞാൻ എത്ര നല്ല സ്നേഹമേ, നന്ദിയോടെ വാഴ്ത്തും ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ സ്നേഹം പ്രാപിപ്പാൻ, ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ നന്മ പ്രാപിപ്പാൻ. എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. എത്ര നല്ല സ്നേഹമേ, നന്ദിയോടെ വാഴ്ത്തും ഞാൻ എത്ര നല്ല സ്നേഹമേ, നന്ദിയോടെ തും ഞാൻ എത്ര നല്ല സ്നേഹമേ, നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഹല്ലേലൂയ. നമ്മളെ ഇത്രമാത്രം സ്നേഹിച്ച ദൈവത്തെ നമ്മൾ പാടി സ്തുതിപ്പാൻ കർത്താവ് ഇത്രത്തോളം തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. എനിക്ക് ഈ അവസരം തന്നതിനാൽ ജോസിസ്റ്ററെ പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തെ വിരമിക്കുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധമാറാകട്ടെ. ഇന്ന് ഈ സന്ധ്യാസമയം പ്രിയ എൻ്റെ സ്നേഹിതരോടൊപ്പം പ്രിയ ജോയ്സ്, ഡീന, ജെസ്സി സിസ്റ്റർ, ജെസ്സി ആൻറ്റി, അങ്ങനെ എല്ലാവരോടും, ഈ അത് മാത്രമല്ല ഈ ഗ്രൂപ്പിൽ ഇവിടെ ഇരിക്കുന്ന പലരും എനിക്കറിയാം, മുഖാമുഖമായി കണ്ടിട്ടില്ലെങ്കിലും സൂമിലൂടെ കാണുവാനായിട്ടിടയായി തീർന്നിട്ടുണ്ട്. ഞാനും ഈ സൂമിന്റെ ഒരു ഭാഗമാണ്. സത്യത്തില് വീഡിയോ ഓൺ ചെയ്യാറില്ലെങ്കിലും സൈലന്റ് ആയിട്ട് ഞാനും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. കർത്താവ് ഇങ്ങനെ ഒരു അവസരം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. കർത്താവ് ഇങ്ങനെ ഒരു അവസരം എനിക്ക് നൽകിയതോർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. സിസ്റ്റർ ഡീനയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. തനിക്ക് ഈ അരമണിക്കൂറിൽ പോരാ, പക്ഷെ ഞാനും കൂടെ ഉണ്ടായതുകൊണ്ട് അങ്ങനെ അത് അരമണിക്കൂറായി ചുരുങ്ങിപ്പോയി. എങ്കിലും കർത്താവ് തന്നെ ഉപയോഗിക്കുന്നു. എനിക്കും ഇങ്ങനെ കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചു. ഇതൊരു വലിയ പ്ലാറ്റ്ഫോമാണ്. ഞങ്ങളുടെ സൂമാണെങ്കിൽ ചെറിയൊരു സൂമാണ്. എങ്കിലും കർത്താവ് നൽകി തന്ന ഈ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കഴിവൊന്നും അല്ലല്ലോ, കർത്താവാണ് നമ്മളിലൂടെ പ്രവർത്തിക്കുന്നത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അധികം മുഖവരെയൊന്നും പറയുന്നില്ല. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശു കർത്താവിന്റെ നാമത്തിലുള്ള നന്ദി ഒരിക്കൽ കൂടെ ഞാൻ അറിയിക്കുന്നു. ഇന്ന് എന്നെ ചിന്തിപ്പിച്ച ഒരു വേദഭാഗം ഞാൻ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എനിക്കറിയാം വളരെ പ്രഗത്ഭരായിട്ടുള്ള ദൈവദാസന്മാരൊക്കെ നമ്മുടെ മധ്യത്തിലുണ്ട്. അവിടെ മുമ്പിലാണ് ഞാൻ ഇരിക്കുന്നത്. എങ്കിലും ദൈവത്തിന്റെ വചനം ആര് സംസാരിച്ചാലും അത് ദൈവമാണ് സംസാരിക്കുന്നത്. അതിന് അതിൻ്റെതായിട്ടുള്ള ഗൗരവമുണ്ടല്ലോ. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 1 മുതൽ 8 വരെയുള്ള ഭാഗങ്ങൾ ഞാൻ വായിച്ചോളാം. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞത്, ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ അവന്റെ അടുക്കൽ ചെന്ന്, എന്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അവന് കുറെ കാലത്തേക്ക് മനസ്സിലായിരുന്നു. പിന്നെ അവൻ, എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ല, എങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും, അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എന്നെ മുഖത്തടിക്കും എന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു. അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾപ്പിൻ. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവൻ ആയാലും അവൻ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു. സ്തോത്രം. കർത്താവെ, ഈ വചനഭാഗത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ സ്തോത്രം. ഈ വചനഭാഗത്തിലൂടെ കർത്താവ് അടിയങ്ങളോട് സംസാരിക്കണമേ. കർത്താവെ, അടിയന്റെ നാവോട് കൂടെ ഇരിക്കണമേ. കർത്താവെ സ്തോത്രം. ദൈവാത്മാവ് സംസാരിക്കണമേ.
ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങൾ അങ്ങയുടെ ശബ്ദം കേൾക്കുമ്പോൾ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ അത് ഹല്ലേലൂയ അനുഗ്രഹമായി തീരുവാൻ കർത്താവെ ഹല്ലേലൂയ ഇതുവരെയും ഞങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്തൊരു ആത്മീയ സന്തോഷം ഞങ്ങൾ അനുഭവിപ്പാൻ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അടിയന്റെ നാവിലൂടെ അങ്ങ് സംസാരിക്കണമേ. ഹല്ലേലൂയ, അങ്ങയുടെ കരങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥനയെ യാചനയും കേട്ടുകൊണ്ട് സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ സ്തോത്രം. വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ഭാഗമാണ്. നമ്മളെപ്പോഴും അടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്നുള്ളതിന് എപ്പോഴും ഒരു റെഫറൻസ് എടുക്കുന്നതാണ് ഈ ഭാഗം. എന്നാൽ എന്നെ ചിന്തിപ്പിച്ച 3-4 കൂട്ടം കാര്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് ഓർപ്പിച്ചിട്ട് അതോടൊപ്പം തന്നെ എൻ്റെ ചെറിയ അനുഭവ സാക്ഷ്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ സ്ഥിരോത്സാഹിയായിട്ടുള്ള ഒരു വിധവയെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. സ്തോത്രം. യേശു കർത്താവ് തന്നെ പറഞ്ഞൊരു കാര്യമാണ്. ഇവിടെ 3-4 കൂട്ടം കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. ഒന്നാമതായിട്ട് നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് പരിചയപ്പെടുത്തി തരികയാണ്. രണ്ടാമതായിട്ട് സ്ഥിരോത്സാഹത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി. മൂന്നാമതായിട്ട് നിരന്തരമായ വാദപ്രതിവാദം നമ്മൾക്ക് അവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അസഹ്യത ഉളവാക്കുന്ന രീതിയിലുള്ള യാചന അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അഞ്ചാമതായിട്ട് വിശ്വസ്തമായിട്ടുള്ള ഒരു കാത്തിരിപ്പ് ഇതിന് മധ്യത്തിൽ ഈ പാരഗ്രാഫിൽ നമ്മൾക്ക് ശ്രദ്ധിച്ചാൽ കാണുവാനായിട്ട് സാധിക്കും. സ്തോത്രം. നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നവരാണ് അല്ലെ. പ്രാർത്ഥന എന്ന് പറയുന്ന ദൈവമായിട്ടുള്ള ഒരു സംസർഗം, ദൈവമായിട്ടുള്ള ഒരു കൂട്ടായ്മ, ദൈവമായിട്ടുള്ള ആഴമായിട്ടുള്ള ഒരു ബന്ധം. ഇതാണ് പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്തോത്രം. ദൈവം അതിന് യേശു കർത്താവ് തന്നെ ഒരു ഉപമ പറഞ്ഞതാണ്. സ്തോത്രം. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. സ്തോത്രം. നമ്മൾ നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് എപ്പോഴും നമുക്ക് ആ മറുപടി നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് കിട്ടിയില്ലെങ്കിൽ നമ്മൾക്ക് ഭയങ്കര മടുപ്പുണ്ടാകും. നമ്മൾ അത് സ്കിപ്പ് ചെയ്ത് പോകുവാനായിട്ട് ഇടയായിത്തീരും അല്ലെ. എന്നാല് ദൈവം ഇവിടെ പറയുന്നത്, നമുക്ക് യേശു കർത്താവിടെ ഉപമയിൽ കൂടെ നമ്മളെ ഓർപ്പിക്കുന്നത് മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. സ്തോത്രം. പൗലോസ് അത് തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നുണ്ട്, എപ്പോഴും പ്രാർത്ഥിപ്പിൻ. ഹല്ലേലൂയ. എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം, എപ്പോഴും ദൈവവുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് യേശു കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. യേശു കർത്താവിന്റെ ഈ ഐഹിക ജീവിതകാലത്ത് ഒരുപാട് സന്ദർഭങ്ങളിൽ താൻ പ്രാർത്ഥിക്കുകയും ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയും ഉദാഹരണങ്ങളെ കൂടെ അല്ലാതെയൊക്കെ പ്രാർത്ഥനയുടെ മഹാത്മ്യത്തെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. സ്തോത്രം. ഇവിടെ നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിത്വത്തെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ആ വ്യക്തിയുടെ അനുഭവം എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തി ഒരു വിധവയായിരുന്നു. അത് മാത്രമല്ല, തൻ്റെ ശത്രു തനിക്ക് നീതി കിട്ടാത്ത രീതിയിൽ തന്നെ എപ്പോഴും ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു അനുഭവം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. വിധവ എന്ന് പറയുമ്പോൾ തന്നെ താൻ ആശ്രയമറ്റ വ്യക്തിയായിരുന്നു അല്ലെ. വിധവ ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് മറ്റുള്ള സുവിശേഷങ്ങളിൽ കാണാത്ത രീതിയിലുള്ള വിധവമാരെ കുറിച്ച് യേശു കർത്താവ് ഒത്തിരി പ്രതിപാദിച്ചിട്ടുണ്ട്. ലൂക്കോസ് അത് എടുത്തെഴുതുമ്പോൾ നമുക്ക് കാണാൻ കഴിയും വിധവയെ കുറിച്ച്. വിധവയായി കഴിഞ്ഞാലുള്ള ഒരവസ്ഥ, നമ്മുടെ ആശ്രയം എല്ലാം അറ്റുപോകുന്ന ഒരു അവസ്ഥയല്ലേ നമ്മൾ അവിടെ കാണുന്നത്. അപ്പം ഈ വിധവയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവൾക്ക് നീതി കിട്ടാതെ പോയി. അപ്പം അവൾ എന്ത് ചെയ്തു? അവളുടെ ശത്രു അവളെ എപ്പോഴും ദണ്ണിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അത് സഹിക്കാൻ വയ്യാതെ അവിടുത്തെ ന്യായാധിപൻ അഥവാ ജഡ്ജി അവിടെ അടുത്ത് നിന്ന് അവളുടെ സങ്കടം ബോധിപ്പിക്കുകയാണ്. സ്തോത്രം. ആ ജഡ്ജിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ദൈവദോഷി ആയിരുന്നു, ഒരു നിഷ്ഠൂരനായിരുന്നു. ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഇല്ലാത്ത, അവിടെ എടുത്തു പറയുന്നുണ്ട് ഇവിടെ അവന് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഇല്ലാത്ത ഒരു ന്യായാധിപൻ ആണ്. ന്യായാധിപനെ കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്ന ഒരു പദമാണ്. ദൈവത്തെ ഭയവുമില്ല, മനുഷ്യനെ ശങ്കയുമില്ല, യാതൊരു ഭയവുമില്ലാത്ത, നിഷ്ഠൂരനായിട്ടുള്ള, യാതൊരു മനസാക്ഷിയുമില്ലാത്ത ഒരു വ്യക്തിയാണ് ഈ വ്യക്തിയുടെ അടുത്താണ് ഈ വിധവ തൻ്റെ ന്യായവുമായിട്ട് കടന്നു ചെല്ലുന്നത്. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ, ആദ്യമൊന്നും അവളെ ശ്രദ്ധിക്കുക പോലും ചെയ്യത്തില്ലായിരുന്നു. നമ്മൾ ഒരു ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ ചെല്ലുമ്പോൾ അതങ്ങ് എടുത്ത് വലിച്ചെറിയുന്ന അനുഭവം അവളുടെ ജീവിതത്തിൽ. പക്ഷേ അവൾ അത് സ്കിപ്പ് ചെയ്യാതെ
നിരന്തരമായി അവള് ആ ന്യായാധിപന്റെ അടുത്ത് നിന്ന് അവളുടെ സങ്കടം ബോധിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രാർത്ഥനയുടെ ഒരു വേർഷനാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിലും നിരന്തരമായി പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? സ്തോത്രം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളും നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ചില അനുഭവങ്ങൾ ഉണ്ട്. എന്റെയും ജീവിതത്തിൽ നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ഒരനുഭവം ഉണ്ടായിട്ടുണ്ട്. അനേക സന്ദർഭങ്ങളിൽ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുന്ന, ആ പ്രാർത്ഥനയുടെ മറുപടി ലഭിച്ച അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എടുത്തു പറയുവാൻ കഴിയും. സ്തോത്രം. ഒരു പ്രാവശ്യം ഞങ്ങള് ജോയ്സിനറിയാം, ഞങ്ങള് പപ്പയൊക്കെ ശുശ്രൂഷയിലായിരുന്നത് കൊണ്ട് സ്വന്തമായിട്ട് വീടൊന്നും ഇല്ലായിരുന്നു. എന്നെ കല്യാണം കഴിച്ച് ചെല്ലുന്ന ഒരു പാസനേജിലാണ്. പാസനേജ് എന്ന് പറഞ്ഞ ഒരു 2-3 ചാർപ്പ് പോലത്തെ ഒരു ചർച്ചിന്റെ ഇങ്ങനെ ഒരു സൗകര്യമില്ലാത്ത ഒരു വീടായിരുന്നു. അവിടെയാണ് ഞാൻ കല്യാണം കഴിഞ്ഞ് ചെന്നത്. സ്തോത്രം. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മിഷൻസ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പപ്പ ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോഴേക്കും പപ്പയ്ക്ക് ചർച്ച് ഇല്ലാതെയായി. പപ്പ ഒരു പ്രത്യേക വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയാണ്. ട്രാൻസ്ഫറിന്റെ സമയം വന്നപ്പോൾ ഇന്ന ഒരു സ്ഥലത്തേക്ക് പോകണം, പപ്പയ്ക്ക് ചർച്ച് കിട്ടുന്നില്ല. അപ്പൊ അവിടുത്തെ സെൻട്രൽ പാസ്റ്റർ പറഞ്ഞു, നിങ്ങൾ ദേവദാസൻ പോയി പോകാൻ ആഗ്രഹിക്കുന്ന ചർച്ചിൽ പോയി അവിടുത്തെ സഹോദരന്മാരെ കാണണമെന്ന് പറഞ്ഞു. പപ്പ പറഞ്ഞു, അങ്ങനത്തെ ശുശ്രൂഷ എന്നെ ഏൽപ്പിച്ചിട്ടില്ല, നിങ്ങൾ എവിടെ അയക്കുന്നു ഞാൻ അവിടെ പോകും, ട്രാൻസ്ഫർ ലെറ്റർ തരുവാണെങ്കിൽ ഞാൻ പോകും എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. അവസാനം വന്നപ്പോ പപ്പയ്ക്ക് ചർച്ചില്ല. 53 വർഷം കർത്താവിന്റെ വേലയിലായിരുന്ന ദേവദാസൻ ലാസ്റ്റ് വന്നപ്പോ പപ്പയ്ക്ക് പോകുവാൻ ചർച്ചില്ലാത്ത അവസ്ഥ വന്നു. ഞങ്ങൾക്ക് വീടില്ല. ഞങ്ങളുടെ ഓഫീസ് ഞങ്ങൾക്ക് എടുത്തു തന്ന ഒരു വീട്ടിലാണ് ഞങ്ങൾ കഴിയുന്നത്. അപ്പം ഞങ്ങൾ പപ്പയും അമ്മയും നേരത്തെ മോളും ഉണ്ടായിരുന്നു, എൻ്റെ നാത്തൂനും അവരുടെ മോളും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങള് 3-4 പേര് ഈ പാസനേജ് വിട്ടിട്ട് ഈ വാടക വീട്ടിലോട്ട് താമസം മാറ്റുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. ആ വാടക വീട്ടിൽ കിടന്നാണ് പപ്പയും അമ്മയും ഈ ലോകത്തോടെ യാത്ര പറയുവാനായിട്ടിടയായിരുന്നു. വളരെ വേദന സഹജമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു. ഞാൻ ആ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. എന്നാൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് നിരന്തരമായി പ്രാർത്ഥനയുടെ ഒരു മറുപടിയാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. പപ്പയുടെ മരണ സമയത്ത് എല്ലാവരും കൂടി ഒരുപാട് സീനിയേഴ്സ് ആയിട്ടുള്ള പാസ്റ്റേഴ്സ് കടന്നു വന്നിരുന്നു. അവരൊക്കെ തീരുമാനമെടുത്തു, വിധവയായിട്ടുള്ള മാതാവിനും മക്കൾക്കും ഒരു വീട് വെച്ചു കൊടുക്കണം. സ്തോത്രം. എന്നാൽ ഒരു 1-2 വർഷം കഴിഞ്ഞിട്ടൊന്നും യാതൊരു അനക്കവുമില്ല. ഞങ്ങള് ആ വിഷയത്തിന് പിന്നാലെ പോയതുമില്ല. സ്തോത്രം. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അത്ഭുതകരമായിട്ടൊരു 7.5 സെന്റ് സ്ഥലം ദൈവം തിരുവല്ലയിൽ തരുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. സ്ഥലം കിട്ടിയാൽ പോരല്ലോ വീട്. ഞങ്ങൾ വാടക വീട്ടിലാണ് കഴിയുന്നത്. സ്തോത്രം. അപ്പോൾ ഞാൻ എങ്ങനെ പെട്ടെന്ന് ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ, ഞാൻ PG വർഗീസിന്റെ അപ്പച്ചന്റെ അങ്കിളിന്റെ പുസ്തകം എപ്പോഴും ഞാൻ വായിക്കും. എനിക്ക് ആത്മീയമായിട്ട് ബലപ്പെടണമെന്ന് തോന്നുമ്പോഴെല്ലാം ഞാൻ ആ പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന അനുഭവം എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്തു, ഞാൻ കുറെ കാര്യങ്ങൾ എഴുതിയിട്ട്, കർത്താവ് എനിക്ക് വീട് തന്നതിനായിട്ട് സ്തോത്രം. കർത്താവ് ദാവീദ് ദൈവത്തെ ഭയപ്പെട്ടതുകൊണ്ട് അവന് വീട് നൽകി. സൂതികർമ്മിണികൾ ദൈവത്തെ ഭയപ്പെട്ടതുകൊണ്ട് അവർക്ക് ദൈവം വീട് നൽകി. അങ്ങനെ കുറെ ഭാഗങ്ങൾ റെഫറൻസ് എഴുതി ഞാൻ അടുക്കളയുടെ ഭാഗത്ത് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ട് ഞാൻ പ്രാർത്ഥന തുടങ്ങി. സ്തോത്രം. അതുമാത്രമല്ല, ആഴ്ചയിൽ ഒരു ദിവസം വെള്ളം കുടിക്കാതെ ഉച്ചവരെ ഫാസ്റ്റിംഗ് ഇരുന്നിട്ട് അടുത്തുള്ള ഒരു വീട്ടിൽ പോയി ഞാനൊരു അമ്മച്ചിയും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. സ്തോത്രം. ഏകദേശം 1 വർഷം പ്രാർത്ഥിച്ചു. ഇങ്ങനെ ഇത് കാണുമ്പോഴെല്ലാം ഇപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഇതാണ്, ദൈവമേ നീ എനിക്ക് വീട് തന്നതിനായി സ്തോത്രം. യാതൊരു സാധ്യതകളുമില്ല. ഒരു പൈസ, 10ന്റെ പൈസ നമ്മുടെ ബാങ്കിലില്ല, ഒരു സാധ്യതകളുമില്ല. എന്നാൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് വീടിന്റെ ഒരു പ്ലാൻ വരപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അത് ചെറിയൊരു പേജ് അതെടുത്തിട്ട് അവിടെ ഒട്ടിച്ചു വെച്ചു. സ്തോത്രം. നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സ്തോത്രം. യാതൊരു സാധ്യതകളുമില്ല, എന്നാൽ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി കാണുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. അന്ന് ഞങ്ങളുടെ ചർച്ചിലെ സെക്രട്ടറിയും ദേവദാസനും ഒക്കെ കൂടി എപ്പോഴും അവർ കാണുമ്പോൾ, അയ്യോ സാമിന് വീട് വെച്ച് കൊടുത്തില്ലല്ലോ, നമ്മൾ ദൈവസന്നിധിയിൽ എടുത്ത തീരുമാനമാണ്,
എന്ന് പറഞ്ഞ് പറയുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ അവര് ഞങ്ങളുടെ ഓഫീസിൽ വന്ന് ബാബുച്ചാനെ കണ്ട് ബാബുച്ചാൻ പറഞ്ഞു, നിങ്ങൾ എത്ര പൈസ കളക്ട് ചെയ്യുന്നു അത്രയും പൈസ ഞാൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അതിന്റെ കാര്യങ്ങൾ ദൈവം ക്രമീകരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. അങ്ങനെ ആ സ്ഥലത്ത് ഇത് പ്ലാൻ സെറ്റ് ഔട്ട് ചെയ്യുമ്പോൾ ഇതൊന്ന് കുറ്റിയടിച്ച് ഇത് ഇടുമ്പോൾ അച്ഛൻ പോലും ഇല്ല സ്ഥലത്ത്. എന്നാൽ ദൈവം അത്ഭുതകരമായിട്ട് അവിടെ പ്രവർത്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു. മനോഹരമായിട്ടുള്ള ഒരു വീട്. ആ ചർച്ച്, അവിടെ ചർച്ചില് ഒരു കുറച്ച് എമൗണ്ടേ കളക്ട് ആയിട്ടുള്ളൂ. പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയാണ് ആ കാര്യങ്ങൾ ക്രമീകരിച്ചതെന്ന് അറിഞ്ഞുകൂടാ. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അതുകൊണ്ട് ഞാൻ അധികമൊന്നും ഞാൻ പറയുന്നില്ല. സ്തോത്രം. ദൈവനാമ മഹത്വത്തിനായിട്ട് പറയട്ടെ. അത്ഭുതകരമായിട്ട് ഞങ്ങൾക്ക് അവിടെ 7 സെന്റ് സ്ഥലവും മനോഹരമായിട്ടുള്ള ഒരു വീടും കർത്താവ് നൽകുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. നിരന്തരമായി പ്രാർത്ഥിക്കുന്ന, ഹാലലൂയ സ്തോത്രം, വ്യക്തിത്വം. ഹാലലൂയ. നമ്മൾ നിരന്തരമായിട്ട് ഉപേക്ഷിച്ച് കളയാതെ, ഹാലലൂയ, നമ്മൾ നിരാശരാകാതെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അതിന്റെ മധ്യത്തിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഹാലലൂയ, നിങ്ങൾ ഒരു പക്ഷേ പ്രാർത്ഥിച്ച് മടുത്തു പോയ വിഷയങ്ങൾ ഉണ്ടായിരിക്കാം, പല അനവധി വിഷയങ്ങൾ ഉണ്ടായിരിക്കാം. ഹാലലൂയ. എന്നാൽ ഹാലലൂയ സ്തോത്രം, കൃത്യതയോടെ ദൈവസന്നിധിയിലിരുന്ന്, ഹാലലൂയ, യേശു കർത്താവ് തന്നെ പറഞ്ഞൊരു കാര്യമാണ്, ഹാലലൂയ സ്തോത്രം, മടുത്തു പോകാതെ ഹാലലൂയ നിരന്തരമായി പ്രാർത്ഥിക്കണം. സ്തോത്രം. ഹാലലൂയ സ്തോത്രം. അതുപോലെ തന്നെ ഹാലലൂയ സ്തോത്രം, രണ്ടാമത് കാണുന്നത് സ്ഥിരോത്സാഹത്തോടെ പ്രാർത്ഥിക്കണം. ഹാലലൂയ. സ്ഥിരോത്സാഹത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു, ഉത്സാഹത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു വിധവ. കാരണം അവളുടെ ആവശ്യം അത്ര വലുതായിരുന്നു. അവളുടെ ശത്രു ഹാലലൂയ അവളെ അതുപോലെ ദണ്ണിപ്പിച്ചുകൊണ്ടിരുന്നു. ഹാലലൂയ. ദൈവമല്ലാതെ ഹാലലൂയ സ്തോത്രം ഈ ന്യായാധിപന്റെ അടുത്ത് ചെന്ന് ആ ന്യായാധിപൻ കൊടുക്കുന്ന വിടുതലല്ലാതെ അവളുടെ ജീവിതത്തിൽ ഒരു വിടുതലില്ലായിരുന്നു. അതുകൊണ്ടാണ് അവൾ ഹാലലൂയ സ്തോത്രം അവിടെ ചെന്ന് ഹാലലൂയ ഉത്സാഹത്തോടെ പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഹാലലൂയ സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കണമെന്ന് ഹാലലൂയ ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നു. സ്തോത്രം. പലപ്പോഴും നമ്മൾ ഉത്സാഹമില്ലാത്തവരായി തീരുന്നുണ്ട്. ഹാലലൂയ. എന്റെ ജീവിതത്തിന്റെ അനുഭവമാണ്, നമ്മുടെ ഉത്സാഹം കുറഞ്ഞു പോകുന്ന. ഹാലലൂയ. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർപ്പിക്കും, നമ്മൾ ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായി തീരണം. ഹാലലൂയ സ്തോത്രം. സ്ഥിരോത്സാഹത്തോടെ ഹാലലൂയ പ്രാർത്ഥിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർപ്പിക്കുകയാണ്. ഹാലലൂയ സ്തോത്രം. ഹാലലൂയ ദൈവസന്നിധിയിൽ ഹാലലൂയ സ്തോത്രം നമ്മുടെ ഹാലലൂയ വിഷയങ്ങൾക്ക് വേണ്ടി ഉത്സാഹത്തോടെ ഓരോ വിഷയങ്ങൾ കർത്താവിനെ ഹാലലൂയ സേവിക്കുമ്പോൾ ഉത്സാഹത്തോടെ സേവിക്കുവാൻ ഹാലലൂയ നമ്മൾക്ക് കഴിയണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഹാലലൂയ നമ്മളെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നു. സ്തോത്രം. ഹാലലൂയ സ്തോത്രം. എന്റെ ജീവിതത്തിന്റെ അനുഭവം പറയുകയാണെങ്കിൽ ഹാലലൂയ സ്തോത്രം, ഞാൻ ഒരു ക്രിസ്തീയ പാരമ്പര്യത്തിൽ നല്ല പൈതൃകമുള്ള ഒരു മാതാപിതാക്കളാൽ ജനിച്ചു വളർത്തപ്പെട്ടവളാണ്. ഹാലലൂയ. ഞങ്ങൾ ഒരു ഇവാഞ്ചലിക്കൽ, എന്റെ ഫാമിലി ഇവാഞ്ചലിക്കൽ പാരമ്പര്യത്തിലാണ്. മാതാപിതാക്കൾ നല്ല വിശ്വാസത്തിൽ വളർന്ന് ഹാലലൂയ ഞങ്ങളെ വളർത്തുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. സമയം പോകുന്നു, അതുകൊണ്ട് ഞാൻ ഒത്തിരി വിശദീകരിച്ച് പറയുന്നില്ല. ഹാലലൂയ കർത്താവ് ഹാലലൂയ സ്തോത്രം നല്ല ക്രിസ്തീയ പാരമ്പര്യത്തിൽ വളർത്തുവാനായിട്ട് ഇടയായി തീർന്നു. ഹാലലൂയ സ്തോത്രം. എന്റെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിക്കുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. സ്തോത്രം. ഞാൻ ബൈബിൾ സ്കൂളിൽ കടന്നു വന്ന് പഠിച്ചു. അതിനുശേഷം ആന്ധ്രയിൽ കർത്താവിന്റെ പ്രവർത്തനത്തോട് ഹാലലൂയ സ്തോത്രം അവിടെ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ ഒരു ബേസ്മെന്റ് ഹാലലൂയ ഇടുവാൻ കർത്താവ് എന്നെയും എടുത്തുപയോഗിച്ചു. സ്തോത്രം. അതിനുശേഷം എൻ്റെ വിവാഹം ഹാലലൂയ സ്തോത്രം. എനിക്ക് എൻ്റെ മാതാപിതാക്കൾ ഈ പെന്തക്കോസ്ത് വിഭാഗത്തിലല്ലാതിരുന്നുകൊണ്ട് ഹാലലൂയ പെന്തക്കോസ്തുകാരെ ആരെയും പരിചയമില്ലായിരുന്നു. എന്നാൽ ദൈവത്തോട് ഹാലലൂയ സ്തോത്രം അന്ന് ഞാൻ ഹാലലൂയ സ്തോത്രം കല്യാണത്തിന് വേണ്ടി നാട്ടിൽ കടന്നു വന്നെങ്കിലും തിരിച്ചു പോകാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായി. കല്യാണം സെറ്റിലാകുന്നില്ല. 98 അവസാനം 99 ആദ്യത്തിലാണ് ഞാൻ നാട്ടിൽ കടന്നു വന്നത്. സ്തോത്രം. എന്നാൽ ഇവിടെ നിൽക്കാനും എനിക്ക് ഇഷ്ടമില്ല. അങ്ങനെ തിരിച്ച് ആന്ധ്രയിലേക്ക് കടന്നു പോകുവാൻ ചിന്തിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഒരു കൂട്ടുകാരിയിലൂടെ പറയുന്നത്, ദൈവം നിനക്ക് വേണ്ടി ഒരു വ്യക്തിയെ ഒരുക്കിയിട്ടുണ്ട്, നീ പോകരുതെന്ന്. അങ്ങനെ ദൈവസന്നിധിയിൽ ഞാൻ ഇരിക്കുവാൻ 10 ദിവസം ഉപവാസത്തോടെ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. ദൈവമേ, വീട്ടിൽ ഒക്കെ ഞാൻ യാത്ര പറഞ്ഞു വന്നതാണ്. ആർക്കും അറിയത്തില്ല ഞാൻ ആന്ധ്രയ്ക്ക് പോയിട്ടില്ല എന്നുള്ളത്. എന്നാൽ അവിടെ ഒരു പ്രയർ സെല്ലുണ്ട്. ആ പ്രയർ സെല്ലിൽ ഞങ്ങളെല്ലാവരും കൂടി 2-3
തോന്നുന്നു 4 ദിവസം ഞങ്ങൾ ഓൾ നൈറ്റ് പ്രയർ ഇരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. കർത്താവെ, നീ എന്നെ ഈ നാട്ടിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ എനിക്കുള്ള വ്യക്തിയെ നീ എനിക്ക് ഒരുക്കി തരണമെന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായിരുന്നു. 10ാമത്തെ ദിവസം ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്ന അന്നാണ് അച്ഛൻ്റെ പപ്പയും അമ്മയും എന്നെ കാണാനായിട്ട് വരുന്നത്. സ്തോത്രം. അങ്ങനെ ആ വിവാഹം സെറ്റിലാകുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. പിന്നീട് വന്ന ഓരോ കഷ്ടതകളിലും എനിക്കറിയാം കർത്താവാണ് എന്നെ ഈ അവസ്ഥയിലേക്ക്, എന്നെ ഈ കുടുംബ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ കർത്താവാണ് എന്നെ നടത്തുന്നത് എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുപാട് കഷ്ടതകൾ ഹല്ലേലൂയ കടന്നു വന്നിട്ടുണ്ട്. എൻ്റെ സമയം തീരാൻ പോകുന്നു. ഹല്ലേലൂയ. ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ടായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുവാൻ പോകുകയാണ്. സ്തോത്രം. ഞാൻ 2015 വലിയൊരു സംഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. ഞങ്ങളുടെ മൂത്ത പൈതൽ, ഹല്ലേലൂയ, ഞാനത് വിശദീകരിച്ച് പറയണമെന്ന് ഓർത്തതാണ്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കി പറയുകയാണ്. ഹല്ലേലൂയ. 5 മിനിറ്റ് എടുത്ത് പറഞ്ഞു, ഒരു കുഴപ്പമില്ല. 35 നിർത്തിയാൽ മതി. ഓക്കെ. ഹല്ലേലൂയ സ്തോത്രം. ഓക്കെ. സ്തോത്രം. ജോയ്സിനൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ ഹല്ലേലൂയ സ്തോത്രം, ഞങ്ങൾക്ക് 2 പൈതങ്ങളെയാണ് ദൈവം തന്നത്. ഹല്ലേലൂയ സ്തോത്രം. മൂത്ത പൈതൽ അവനൊരു പഠിക്കുവാൻ ഒരു അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സ്തോത്രം. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ പാമ്പാടിയിലുള്ള ഒരു കോളേജിൽ, ഗുരുകുലം ഒരു സ്കൂളിലാണ് അവനെ പറഞ്ഞയച്ചത് പഠിക്കുവാനായിട്ട്. 8ാം ക്ലാസ് വരെ അവൻ ICSEയിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് അവന് പഠിക്കുവാൻ അല്പം ബുദ്ധിമുട്ട് വന്നു. അതുകൊണ്ട് ഒരു ഓപ്പൺ സ്കൂളിൽ അവനെ ചേർക്കുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. ഓപ്പൺ സ്കൂളിൽ എന്ന് പറഞ്ഞാൽ 8ഉം 9ഉം 10ഉം പഠിക്കേണ്ട, 10ാം ക്ലാസ് പഠിച്ചാൽ മതി. അത് കഴിഞ്ഞ് 11ാം ക്ലാസ് പഠിക്കേണ്ട, 12ാം ക്ലാസ് എക്സാം എഴുതാം, പിന്നെ അവന് ഡിഗ്രിക്ക് പോകാം, പിന്നെ അവന് ജോലിക്ക് എന്തെങ്കിലും അങ്ങനെ പോകാം. സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ 10ാം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഡിസംബറിൽ അവധിക്ക് വീട്ടിൽ വന്നു. ജനുവരി 3-ാം തീയതി അവൻ സ്കൂളിലോട്ട് മടങ്ങി പോകുന്ന സന്ദർഭത്തിൽ അവനൊരു ഓട്ടോയിൽ ആണ് ഞങ്ങൾ വിട്ടത്. സ്തോത്രം. സാധാരണ ഞാനും എൻ്റെ അച്ഛനും അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും അങ്ങനെയാണ് അവനെ സ്കൂളിൽ കൊണ്ടുവിടാറ്. എന്നാൽ അന്ന് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, കൊച്ചിനെ തന്നെ അവിടുന്ന് അടുത്തൊരു ഓട്ടോ പോകുന്നുണ്ട്, ഓട്ടോറിക്ഷയിൽ ഒരു കൊച്ചു പോകുന്നുണ്ട്, അവരുടെ കൂടെ കയറ്റി വിടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവനെ ഓട്ടോയിൽ കയറ്റി വിട്ട് അവനെ അവിടെ കൊണ്ടാക്കിയിട്ട് വീട്ടിൽ നടന്നു വന്നിട്ട് അല്പം ഒന്ന് കിടന്നു. അപ്പോഴേക്കും അച്ഛനൊരു മീറ്റിങ്ങിന് പോയേക്കുമായിരുന്നു. ഞങ്ങൾ കിടന്ന് ഒരു ഫോൺ കോൾ വന്നു, നിങ്ങളുടെ കുഞ്ഞ് പോയ വണ്ടി ഒരു ടിപ്പറുമായിട്ട് കൂട്ടിയിടിച്ച് ഒരു ആക്സിഡന്റ് ഉണ്ടായി, കുഞ്ഞ് ICUലാണ്, നിങ്ങൾ പെട്ടെന്ന് വരണമെന്നും പറഞ്ഞുകൊണ്ടൊരു ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ഹൃദയം തകർന്നു പോയി. കാരണം ഈ ടിപ്പർ ഇടിച്ചെന്ന് കേട്ടപ്പോൾ എന്തെങ്കിലും എൻ്റെ കുഞ്ഞിന് കാര്യമായിട്ട് പറ്റിയിട്ടുണ്ടാവും, അവന്റെ കയ്യോ കാലോ എന്തെങ്കിലും പോയിട്ടുണ്ടാവും, അങ്ങനെ ഒക്കെയാണ്. എന്നാ വേറൊന്നും സംഭവിച്ചെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അവൻ എന്തോ ഭയങ്കരമായിട്ട് സംഭവിച്ചു എന്നോർത്ത് ഞാൻ ഭയങ്കരമായിട്ട് കരയുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. എന്നാല് ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ അവിടെയൊക്കെ ബലപ്പെടുത്തി. അത് കഴിഞ്ഞ് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കടന്നു ചെല്ലുമ്പോൾ അവന്റെ ഡെഡ് ബോഡിയാണ് ഞങ്ങൾ കാണുന്നത്. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ, ദൈവം എന്നെ ബലപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ തന്നെ ഫോൺ എടുത്തിട്ട് എൻ്റെ അടുത്തുള്ള അമ്മാമ്മയ്ക്ക് വിളിച്ചു പറഞ്ഞു, അമ്മാമ്മേ, എൻ്റെ ജോണമോൻ ഈ ലോകത്തിൽ നിന്ന് പോയി, അതുകൊണ്ട് എൻ്റെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടേക്കണം എന്ന് പറഞ്ഞു. അവർക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഒരു 3-4 മണിക്കൂർ മുമ്പ് കുഞ്ഞിനെ കണ്ടതാണ് അവര്. സ്തോത്രം. ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ ഇങ്ങനെ പറയുമ്പോൾ അവർക്കത് ഭയങ്കര അതിശയമായിട്ട് തോന്നി. കാരണം ഞാൻ ചിന്തിച്ചു, എൻ്റെ കർത്താവ്, ഞാൻ ഇത്രയും കർത്താവിനെ സേവിച്ചിട്ട് എന്നോട് ഇങ്ങനെ ചെയ്തു, ഞാൻ എന്തിനാ മറ്റുള്ളവരുടെ മുമ്പിൽ കരഞ്ഞു കാണിച്ചിട്ട് എന്തോ കാര്യം എന്നെൻ്റെ ഹൃദയത്തിൽ, അതുവല്ല ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് എൻ്റെ ഹൃദയത്തിൽ സംസാരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എൻ്റെ മകൻ മണിക്കൂറുകൾക്ക് മുമ്പ് ആ സ്വർണ്ണ തെരുവീതികൾ യേശു കർത്താവിനോടുകൂടെ സന്തോഷിക്കുകയാണ്, അവന്റെ ബോഡി മാത്രമേ ഇപ്പോൾ ഉള്ളൂ എന്നുള്ള ആ ഒരു വലിയ കാര്യം എൻ്റെ കർത്താവ് എന്നെ ബലപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ട് ആ സർവീസ്, ഫ്യൂണറൽ സർവീസ് നടന്നപ്പോഴൊന്നും
ഒരു കണ്ണുനീരും എൻ്റെ കണ്ണിൽ നിന്ന് വരുവാനായിട്ട് ഇടയായി തീർന്നില്ല. എനിക്ക് സങ്കടമില്ല എന്നുള്ളതല്ല, സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ വളരെ ഒരു വലിയ ഒരു ഫ്യൂണറൽ സർവീസിന് ഒരു 10-90 വയസ്സ് വരെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യന് ലഭിക്കാത്ത രീതിയിലുള്ള ഒരു വലിയ ഫ്യൂണറൽ സർവീസിന് എൻ്റെ കുഞ്ഞിന് ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതിനു മുമ്പ് ദൈവാത്മാവ് പലവട്ടം പല കാര്യങ്ങളും ദൈവാത്മാവ് ദൈവദാസന്മാരിലൂടെ സംസാരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. അതുകൊണ്ട് കർത്താവ് ഞങ്ങളെ അത്ഭുതകരമായിട്ട് ബലപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഇന്നും ഞാൻ ഇവിടെ ശുശ്രൂഷിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ വന്ന ആ ഒരു വലിയ സംഭവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതോടുകൂടെ എൻ്റെ എല്ലാ ചിന്താഗതിയും, എൻ്റെ എല്ലാ ഡയറക്ഷനും മാറിപ്പോയി. ഹല്ലേലൂയ. കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കണം, കർത്താവിന്റെ സന്നിധിയിൽ എങ്ങനെ ആയിരിക്കണം, ആ ചിന്ത മാത്രമേ എൻ്റെ ജീവിതത്തിലുള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം വെറും നൈമിഷികമാണ്. ഒരു സെക്കൻഡ് കൊണ്ട് നമ്മൾ ഇവിടുന്ന് പറന്നു പോകും. ഹല്ലേലൂയ. നമ്മൾ നേടുന്നത് ഒന്നുമല്ല. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് നമ്മളെ ഈ ലോകത്തിലാക്കി വെച്ചിരിക്കുന്ന ഒരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് തീർന്നു കഴിയുമ്പോഴേക്കും നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമെന്നുള്ള വലിയ യാഥാർത്ഥ്യം, ഹല്ലേലൂയ, സ്തോത്രം, എന്നെ ആഴമായിട്ട് ദൈവം പഠിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ ഞങ്ങൾ ഉറയ്ക്കുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ ഹല്ലേലൂയ, സ്തോത്രം. ഓരോ അനുഭവങ്ങളിലൂടെ നമ്മളെ കടത്തി വിടുമ്പോൾ ഹല്ലേലൂയ, നമ്മളെ ആ അനുഭവങ്ങളിലൂടെ കടന്നു പോകുവാനായിട്ടുള്ള ആ ഒരു ബലം നമ്മളിൽ പകർന്നു തന്നിട്ടാണ് ആ തീച്ചുളയുടെ അനുഭവത്തിൽ കൂടെ കർത്താവ് നമ്മളെ നടത്തുന്നത്. സ്തോത്രം. നമ്മൾ അത് കഴിഞ്ഞ് പിന്നെ പിറകോട്ട് തിരിഞ്ഞത്, കർത്താവ് ഞാൻ എങ്ങനെ ഈ അനുഭവങ്ങളെ തരണം ചെയ്തു എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. എന്നാൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ വലിയ കരം നമ്മൾക്ക് അവിടെ അനുഭവിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം, ഹല്ലേലൂയ. ദൈവാത്മാവ്, ഞാൻ ഇന്ന് രാവിലെ തൊട്ട് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഇത് എന്നെയും ബലപ്പെടുത്തിയ ഒരു വാക്യമാണ് ഞാൻ ഇവിടെ വായിച്ചത്. സ്തോത്രം, ഹല്ലേലൂയ. നിരന്തരമായി പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. സ്ഥിരോത്സാഹത്തോടെ പ്രാർത്ഥിക്കുവാൻ നമ്മൾക്ക് കഴിയണം. ഹല്ലേലൂയ. നിരന്തരമായി ദൈവത്തോട് വാദപ്രതിവാദം നടത്തുവാൻ ഹല്ലേലൂയ നമ്മൾക്ക് കഴിയണം. അസഹ്യത ഉളവാക്കുന്ന രീതിയിലുള്ള യാചന. ഹല്ലേലൂയ. അത് ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് കൊടുക്കുകയിൽ അവൻ ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം, ഹല്ലേലൂയ, ലജ്ജ കൂടാതെ അസഹ്യപ്പെടുത്തുന്ന രീതിയിൽ ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തോട് യാചിക്കുവാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ വിശ്വസ്തമായിട്ടുള്ള ഒരു കാത്തിരിപ്പ്. ഹല്ലേലൂയ. ഏത് വിഷയത്തിന്റെ മധ്യത്തിലും വിശ്വസ്തയോടെ നമ്മൾ കാത്തിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ ഫലം കൊയ്യുവാനായിട്ട് ഇടയായി തീരും. യേശു കർത്താവ് തന്നെ പഠിപ്പിച്ച കാര്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഹല്ലേലൂയ ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നോർത്താണ് ഇരുന്നത്. സമയത്തിന്റെ കുറവ് മൂലം ജോയ്സ് എന്നോട് പറഞ്ഞാണ് എത്ര സമയം ഒരു ദിവസം വേണമെങ്കിൽ തരാം, പക്ഷെ എനിക്ക് പേടിയായിരുന്നു എങ്ങനെയൊക്കെ പറഞ്ഞു തീർക്കുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഡീനയ്ക്കാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ ആണ് ഇത് വെട്ടിക്കുറച്ചത്, ക്ഷമിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം ഹല്ലേലൂയ വചനങ്ങളാൽ ഹല്ലേലൂയ നമ്മളെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഈ സ്റ്റേജ് തന്നതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾക്ക് ഒരുമിച്ച് കർത്താവിന്റെ വേലയിലായിരിക്കാം, ഒരുമിച്ച് അധ്വാനിക്കാം. ഹല്ലേലൂയ. നിരന്തരമായി ദൈവവുമായിട്ട് സമ്പർക്കപ്പെട്ടുകൊണ്ടിരിക്കാം. കർത്താവ് അതിനായിട്ട് നമ്മളെ ഓരോരുത്തരെയും ഒരുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ സാക്ഷ്യത്തിൽ നിന്ന് വചനത്തിൽ നിന്നെല്ലാം ഈ ഗ്രൂപ്പിൽ പലപ്പോഴും ജെറിൽ മോനും ഒരുമിച്ചായിരിക്കാൻ കൃപ ചെയ്തു. പക്ഷെ ഞങ്ങളുടെ ചർച്ചില് ശനിയാഴ്ച വൈകുന്നേരത്തെ പ്രാർത്ഥന നടക്കുന്നതുകൊണ്ടാണ് കയറാൻ പറ്റാതിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ ജാർഖണ്ഡില് ആയിരിക്കുന്ന കൂട്ടി എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റ് ആണ്. ഇവിടുന്ന് ഒരു 1/2 മണിക്കൂർ ദൂരത്തില് റാഞ്ചി എന്ന് പറഞ്ഞ സ്ഥലം, ജാർഖണ്ഡിന്റെ തലസ്ഥാനം. അവിടെ ഇപ്പൊ ഒരു വലിയ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചർച്ചിലെ ആൾക്കാർക്ക് അങ്ങോട്ട് പോയി. നിങ്ങൾക്കറിയായിരിക്കും, നോർത്ത് ഇന്ത്യയിൽ ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന, ഡൽഹിയിൽ ഉപയോഗിക്കപ്പെടുന്ന അങ്കിത് സജ്വാൻ, 50,000-ത്തിലധികം ആളുകളാണ് ആ ചർച്ചിൽ കൂടുന്നത്. ഈ തലമുറയിൽ ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കുന്ന ഒരു ദൈവദാസനാണ്. അപ്പോൾ 3-ാമത്തെ പ്രാവശ്യമാണ് ജാർഖണ്ഡിൽ വരുന്നത്. അപ്പം നിങ്ങളുടെ ഒക്കെ പ്രാർത്ഥന, ഇന്ത്യയിൽ ഉണർവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അത് കേൾക്കാം. എപ്പോഴും നമ്മൾ നെഗറ്റീവാണ് കേൾക്കുന്നത് നോർത്ത് ഇന്ത്യയെ കുറിച്ച്. എന്നാല് ദൈവത്തിന്റെ കൃപയാല് ഹല്ലേലൂയ ജാർഖണ്ഡിൽ ഇപ്പോഴത്തെ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഹേമന്ത് സോരൻ അവസരം കൊടുക്കുന്നു ദേവദാസന്മാർക്ക് കടന്നു വരാൻ. ഹേമന്ത് സോരൻ ജയിച്ച് അന്ന് ഇങ്ങനെ ഒരു ശനിയാഴ്ച വൈകുന്നേരത്തെ പ്രാർത്ഥനയായിരുന്നു. ആരാധനയിൽ ഞാൻ അത് ദർശനത്തിൽ കണ്ടു. ആ മുഖ്യമന്ത്രി മുൻപ് നിൽക്കുകയും പിന്നെ ദൈവത്തിന്റെ ഉപസ്ഥിതി, സാന്നിധ്യം ഇങ്ങനെ ജാർഖണ്ഡിൽ ഇങ്ങനെ കർത്താവിന്റെ ഒരു വസ്ത്രം ഇങ്ങനെ പോകുന്നതായിട്ട്. അതുകൊണ്ട് അത് കഴിഞ്ഞ അനേകം കൺവെൻഷനുകൾ ഇവിടെ നടക്കുവാൻ ഇടയായി തീർന്നു. ബാക്കിയുള്ള സ്ഥലങ്ങൾ ഛത്തീസ്ഗഡില്, ഒറീസയില്, UP-യില്,
അവിടെയൊക്കെ രാജസ്ഥാനിലൊക്കെ വിലക്കുകൾ ചെയ്യുമ്പോൾ ഈ ദേശത്ത് ദേവദാസന്മാർക്ക് സ്വീകരണം കൊടുത്തു. എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരു 10 വർഷത്തോളം തടസ്സമായി നിന്നിരുന്നു ആ ഗവൺമെന്റ് ആയപ്പോ. അതിനു മുന്നേ ഞാനിവിടെ വന്നിട്ട് ഇപ്പൊ 25 വർഷമായി. എന്റെ ഹസ്ബൻഡ് വന്നിട്ട് 35 വർഷമായി. അപ്പം ദേവദാസൻ ചെറുപ്രായത്തിലെ വന്നാണ് ഇവിടെയുള്ള ഗ്രാമങ്ങളിലെല്ലാം സുവിശേഷം അറിയിച്ച് ഞങ്ങൾക്ക് ബജാറുകളിലൊക്കെ പോയി കൈയടിച്ച് പാടി പറയാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യമുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ കുറച്ചു നാളിന് ശേഷം അത് നിന്നുപോയി. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഗവൺമെന്റ് സർക്കാർ മുഖാന്തരം നമുക്ക് ഇവിടെ ഇപ്പൊ ഓപ്പൺ എയർ മീറ്റിംഗ്സ് നടക്കുന്നു. അത് നമുക്ക് കൊയ്ത്തിനായിട്ടാണ്. ഹല്ലേലൂയ, അതിനായിട്ട് സ്തോത്രം. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ പ്രാർത്ഥനയുടെ ഫലങ്ങൾ നമുക്ക് കാണുവാൻ ഇടയായി തീർന്നു. ഇന്ന് ഈ ഗ്രൂപ്പിൽ നിങ്ങളോടൊപ്പം അല്പസമയം സംസാരിക്കുവാൻ, കർത്താവിനെ സാക്ഷിക്കുവാൻ തന്ന നല്ല അവസരത്തിനായി സ്തുതിക്കുന്നു. ഞാനും മേഴ്സി ചേച്ചിയും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഞങ്ങള് ബെഥസ്ത ബൈബിൾ സ്കൂളിൽ പഠിച്ച്, ഞാൻ ജൂനിയർ ആണ്. അപ്പം ഞങ്ങളങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ ഞാൻ ഓർക്കുന്ന മേഴ്സി ചേച്ചി ആന്ധ്രയിൽ വന്ന ശേഷം ആ ഒരു ദിവസം ഞാൻ കണ്ടു. എല്ലാരും മേഴ്സി മേഴ്സി എന്ന് പറഞ്ഞ് ഇങ്ങനെ പോന്നു. അപ്പൊ ഞാൻ ചേച്ചി ഇങ്ങനെ നോക്കി. അങ്ങനെ എനിക്ക് പരിചയമുള്ളൂ, ഒരു സംസാരിച്ചിട്ട് പോലുമില്ല. പിന്നീട് നമ്മുടെ ഈ കൊറോണ കാലം ആയപ്പോഴത്തേനും ഇങ്ങനെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ ബെഥസ്ത ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് ഓരോ ദിവസം മെസ്സേജ് കൊടുക്കാം. എല്ലാരും വന്ന് ഹായ് ബൈ പറയുന്നു. പക്ഷെ ആരുമായിട്ട് സംസാരിക്കുന്നു. പക്ഷെ എനിക്ക് മേഴ്സി ചേച്ചിയോട് സംസാരിക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എങ്കിലും ഞാൻ സംസാരിച്ചില്ല. മേഴ്സി ചേച്ചിയെ കുറിച്ച് ഞാൻ കേട്ടു ഇങ്ങനെയുള്ള വേദനയിൽ കൂടെ കടന്നു പോയെന്ന്. പക്ഷേ കഴിഞ്ഞ വർഷമാണ് ഞങ്ങൾക്ക് സംസാരിക്കാൻ ഇടയായത്. ചേച്ചിയുടെ മോൻ ഇപ്പോൾ കോളാറിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞ് ഗ്രൂപ്പിൽ പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ ചേച്ചിയെ വിളിച്ചു. എന്റെ മോള് ഇപ്പൊ അവിടെയാണ് പഠിക്കുന്നത്. അങ്ങനെ അന്ന് തൊട്ടുള്ള ഞങ്ങളുടെ സ്നേഹബന്ധം. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും പല വിഷയങ്ങൾക്ക്. ഇപ്പൊ ചേച്ചി പറഞ്ഞതായ മെസ്സേജ് വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ വ്യാഴാഴ്ച പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റി. അങ്ങനെ ജോയ്സ് ആന്റിയെ പരിചയപ്പെടാനിടയായി. അപ്പം കൊറോണ കാലത്ത് എനിക്ക് ലഭിച്ച ഒരു സങ്കീർത്തനം പറയാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 122 1, 2, 3 വാക്യങ്ങൾ വായിക്കാം. യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. യെരൂശലേമേ, ഞങ്ങളുടെ കാലുകൾ നിന്റെ വാതിലുകൾക്കകത്ത് നിൽക്കുന്നു. തമ്മിൽ ഇണക്കിയ നഗരമായി പണിതിരിക്കുന്ന യെരൂശലേമേ, അവിടേക്ക് ഗോത്രങ്ങൾ യഹോവയുടെ ഗോത്രങ്ങൾ തന്നെ ഇസ്രായേലിന് സാക്ഷ്യത്തിനായി യഹോവയുടെ നാമത്തിന് സ്തോത്രം ചെയ്യുവാൻ കയറി ചെല്ലുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്ന യഹോവയുടെ ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ നാം സന്തോഷിച്ചു. ഈ കൊറോണ കാലം വന്നതോടുകൂടെ ദൂരത്തിരിക്കുന്നതായ എല്ലാ ദൈവമക്കൾക്കും ഈ സൂമിലേക്ക് കയറാം. യഹോവയുടെ ആലയം, അത് യെരൂശലേമിനെ കുറിച്ചുള്ള ഒരു പ്രവചനമാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും യെരൂശലേമിലെ ദൈവമക്കളാണല്ലോ. അപ്പം യഹോവയുടെ ആലയത്തിലേക്ക് ഈ സൂമിലേക്കൊന്ന് വരാമോ? ആ സൂമിലേക്കൊന്ന് വരാം, നമുക്ക് ഒരുമിച്ച് കൂടാം. ഹല്ലേലൂയ, എത്ര മനോഹരമായ അനുഭവമാണ് നമുക്കിപ്പോൾ തന്നത്. ഞങ്ങളുടെ അനുഭവം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ 18 ഈ കൊറോണ വരുന്നോടം വരെയുള്ള 18 വർഷക്കാലം നമ്മൾ ആരാലും അറിയപ്പെടുന്നില്ല. നമ്മുടെ ഞാനും ദേവദാസൻ ഞങ്ങളുടേതായ ഇവിടുത്തെ വേലയിൽ വളർന്നുകൊണ്ടിരുന്നു. അതിന്റെ ഇടയ്ക്ക് പല വിധமான ഭാരങ്ങള് പ്രയാസങ്ങളൊക്കെ വരും. നമുക്ക് ആരോട് ഷെയർ ചെയ്യാൻ പറ്റും? പരസ്പരം ഷെയർ ചെയ്യുക. ഇടം കൈയും വലം കൈയും അറിയാത്ത ജനങ്ങളുടെ മധ്യത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ഭാരങ്ങൾ ഷെയർ ചെയ്യാനില്ല. പക്ഷെ ഈ കൊറോണ കാലം വന്നതോടെ കുറെ മലയാളികളുമായിട്ട് സംസാരിക്കാൻ ഇടയായി തീർന്നു. സാക്ഷ്യങ്ങളൊക്കെ പറയാൻ കുറെ സമയം എടുക്കും. അതുകൊണ്ട് അല്പസമയമായിട്ട് പറയാണ്. കാരണം നമുക്കൊന്ന് കേരളത്തിലേക്ക് വന്ന് എന്ന് പറഞ്ഞാൽ അത് തന്നെ വലിയൊരു ഭാരമാണ്. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട്, അതൊക്കെ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ത്യജിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ ആയിരിക്കുന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 5 പ്രാവശ്യം മാത്രമേ ഞാൻ കേരളത്തിൽ പോയിട്ടുള്ളൂ. അതിൽ ഒരു പ്രാവശ്യം എന്ന് പറയുന്നത് ഇപ്പൊ മേഴ്സി ചേച്ചി ഇപ്പൊ പറഞ്ഞ സാക്ഷ്യം പറയുമ്പോൾ എന്റെ പപ്പായി ഇങ്ങനെ ഒരു ആക്സിഡന്റിലാണ് മരിക്കുന്നത്. അത് വേറൊരു സാക്ഷിയാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന ഓർക്കുന്നു. അപ്പം ജീവിതത്തിലെ വേർപാടുകൾ നമുക്ക് വേദനയാകാം. പക്ഷെ കർത്താവിൽ നമ്മൾ പ്രത്യാശയുള്ളവരാണ്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പം ഇവിടെ പറയുന്നത് തമ്മിൽ ഇണക്കിയ നഗരമായി പണിതിരിക്കുന്ന യെരൂശലേമേ, ഹല്ലേലൂയ. നമ്മൾ ദൈവരാജ്യത്തിന്റെ അവകാശികൾ, ദൈവരാജ്യത്തിൽ നമ്മളെ ആക്കി തീർത്തിരിക്കുക, തമ്മിൽ ഇണക്കിയ നഗരം. അപ്പം നമ്മൾ യെരൂശലേമിനെ കുറിച്ച് കാണും. ഞാൻ തൃശ്ശൂര് പഠിച്ചിട്ടുണ്ട് കുറച്ച് നാൾ. അപ്പൊ അവിടെ ഇങ്ങനെ ഒന്നിനോടൊന്ന് മുട്ടിയിട്ടുള്ള വീടുകൾ കാണാൻ കഴിയും. ലയങ്ങളൊക്കെ അവിടുത്തെ അങ്ങനെ ആയിരിക്കില്ല, അങ്ങനെ ഒന്നിനോട് മുട്ടി എന്ന് പറയുന്നത് പോലെ ഇവിടെ പറയാണ് തമ്മിൽ ഇണക്കിയ നഗരം. അവിടെ ഓരോ വീടുകളും ഒന്നിനോട് മുട്ടിയാണ് പണിതിരിക്കുന്നത്.
അങ്ങനെയാണെങ്കിൽ ഈ വാക്യമാണ് കൊറോണ കാലത്ത് എനിക്ക് ലഭിച്ചത്. നമ്മളൊക്കെ പലയിടങ്ങളിലായിരിക്കുന്നു. ഇത്രയും ദൈവമക്കളും ദൈവദാസന്മാരും ഒക്കെ ഉണ്ടോ എന്ന് നമ്മൾ ഓർത്തു പോകും. ഇപ്പൊ നമ്മളെ ഓരോരുത്തരെയും തമ്മിൽ ഇണക്കിക്കൊണ്ടിരിക്കുകയല്ലേ. ഹല്ലേലൂയ. ഇപ്പോൾ ഇതിന്റെ അകത്തുള്ള എല്ലാവർക്കും നമുക്ക് ആർക്കും ആരെയും അറിയത്തില്ല. എന്നാൽ നമ്മളെല്ലാം ദൈവം ഇങ്ങനെ തമ്മിൽ ഇണക്കിയ നഗരം. ഹല്ലേലൂയ. ദൈവമക്കൾ ഒരുമിച്ച് കൂടുന്ന എത്ര മനോഹരം. യഹോവയുടെ ആലയത്തിലേക്ക് പോകാമെന്ന് പറയുമ്പോഴുള്ള സന്തോഷം. ഇപ്പൊ നമുക്ക് ഒരു പൈസ മുടക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീടിന്റെ അകത്ത് ഇരുന്ന് തന്നെ ഇതൊന്ന് ഓൺ ചെയ്താൽ പോരെ. നമുക്ക് ദൈവഭവനം 2 or 3 പേര് എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യത്തിൽ ദൈവ സാന്നിധ്യമുണ്ട് എന്നുള്ള ദൈവവാഗ്ദത്തം നമ്മൾ യേശു കർത്താവിന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടിയെങ്കിൽ നമ്മുടെ ഓരോ ഭവനങ്ങളിലും പല രാജ്യങ്ങളിലും പല ദേശത്തും ആയിരിക്കുന്ന നമ്മുടെയൊക്കെ ഭവനത്തിൽ ഇപ്പൊ ദൈവ സാന്നിധ്യം ഇറങ്ങിയിരിക്കുക. അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പിന്നെ ഇങ്ങനെ ഓരോ വാട്സപ്പ് ഗ്രൂപ്പുകളിലും കയറുമ്പം ഞാൻ എപ്പോഴും ഓർക്കുന്നത്, ഇപ്പം മേഴ്സി ചേച്ചി പറഞ്ഞ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞു. യേശു കർത്താവ് പറയുന്നത് 2 പേരെ ഐക്യമത്യപ്പെട്ട് ചോദിക്കുന്ന ഏത് കാര്യത്തിനും. അപ്പൊ ഈ ഗ്രൂപ്പുകളിൽ പലരും ഉണ്ട്, നമുക്ക് എല്ലാവർക്കും എല്ലാരെയും അറിയത്തില്ല. പക്ഷെ അതിൽ ആ ഗ്രൂപ്പിന്റെ അകത്ത് 2 വ്യക്തിയെങ്കിലും ഒരു മനസ്സോടെ ആണെങ്കിൽ ഹല്ലേലൂയ, ആ ഗ്രൂപ്പിൽ അനുഗ്രഹം ഉണ്ടാകുന്നു. ഹല്ലേലൂയ. അങ്ങനെ ആയിരിക്കുമ്പോൾ പിന്നെ മേഴ്സി ചേച്ചിയായിട്ട് ഞാൻ സംസാരിക്കുന്നത്, ഞങ്ങൾക്ക് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുവാൻ ആ ഗ്രൂപ്പിലേക്ക് കടന്നു വരാം. അപ്പൊ അവിടെ വേറെ ജോയ്സ് ആന്റി ഡീന എന്തോ ഉണ്ടെന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ നമ്മളൊന്ന് ഇങ്ങനെ ഗ്രൂപ്പിൽ കടന്നു വന്ന് പ്രാർത്ഥിച്ചു പോകുന്നു, ബൈ എന്ന് പറഞ്ഞു പോകുന്നു. പിന്നെ അന്നേരം നമ്മൾ ഇണങ്ങുന്നില്ലല്ലേ. എന്നാൽ ആ ഒരു ആത്മബന്ധം നമ്മൾ ഇണങ്ങി ചേർന്നവരായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് എത്ര വലിയ സന്തോഷകരമായ അനുഭവമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. പിന്നെ പറയാം, അവിടേക്ക് ഗോത്രങ്ങൾ, യഹോവയുടെ ഗോത്രങ്ങൾ തന്നെ ഇസ്രായേലിന് സാക്ഷ്യമായിട്ട് വരുന്നു. കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്ന ഭയപ്പെടേണ്ട ഇസ്രായേലേ എന്ന് പറഞ്ഞ് വിളിച്ചിരിക്കുകയാണ്. നാം ഓരോരുത്തരും ഇസ്രായേലാണ്. പുതിയ നിയമത്തിൽ നമ്മുടെ ഓരോരുത്തരുടെ സാക്ഷ്യങ്ങൾ മറ്റുള്ളവർക്ക് ഉത്സാഹവും ധൈര്യവും ബലവും കൽപ്പിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പം ഈ വാക്യം ഈ അധ്യായത്തിൽ കൂടെ ദൈവം എന്നോട് സംസാരിച്ച് നിങ്ങളുടെ മധ്യത്തിൽ പങ്കുവെക്കുന്നു. പിന്നെ തുടക്കത്തിൽ തന്നെ ജോയ്സ് ആന്റി ഒരു കാര്യം പറഞ്ഞു. ഏതോ ഒരു പാസ്റ്റർ ചോദിച്ചു, ഇന്നത്തെ മുഴുവനും സഹോദരിമാരുടെ മീറ്റിംഗ് ആണല്ലോ. അപ്പൊ അതിനോടനുബന്ധിച്ച് ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ബൈബിൾ സ്കൂളിൽ ചെന്ന സമയത്ത് ഒരാഴ്ചയുണ്ട് അവിടെ ക്ലാസ് തുടങ്ങാൻ. അപ്പൊ ഒരു വീട്ടിൽ ഒരു 3 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയറിന് പോയി. അവിടെ പോയപ്പോ ഒരു ദൈവദാസി അവിടെ കിടന്നിട്ട് പറഞ്ഞു, നിന്നെ ദൈവം വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരുടെ ഇടയിൽ ഒരു ദെബോരയെ പോലെ അയക്കും എന്ന് പറഞ്ഞു. അപ്പൊ സാധാരണ നമ്മൾ ഇങ്ങനെ ആരെങ്കിലും പ്രവചനമൊക്കെ പറയുമ്പോൾ എന്നാ ഇനി ബൈബിൾ സ്കൂളിൽ പഠിക്കണം, നാളെ ഞാൻ പോകുമായിരിക്കും എന്നൊക്കെ അന്നത്തെ ഒരു വിചാരം. പക്ഷെ സമയങ്ങൾ എടുത്തു. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് പല ഭാഷകൾ സംസാരിക്കുന്നവരുടെ ഇടയിലാണ്. ആ വാഗ്ദത്തം ദൈവം പൂർണ്ണമാക്കി. എനിക്ക് പാടാൻ അങ്ങനെ ഒരു കഴിവൊന്നും ഉള്ളതല്ല. പക്ഷെ ഇവിടുത്തെ ഭാഷകളിൽ പാടാൻ, ദൈവാത്മാവിൽ പാടാൻ ഇവിടെ ഇങ്ങനെ ഈ കൊട്ടുന്ന ഒരു ഇതുണ്ട്, കഞ്ചടി എന്ന് പറഞ്ഞ് അത് കൊട്ടി പാടുമ്പോഴൊക്കെ ഓർത്ത് കർത്താവേ, ആ വാഗ്ദത്തം ദൈവം നിവർത്തിച്ചല്ലോ എന്ന്. ഹല്ലേലൂയ. അപ്പം ദെബോരയെ പോലെ എന്ന് പറഞ്ഞു. അപ്പൊ ദെബോരയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോ എന്താ അവിടെ കാണുന്നത്? ദെബോര ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ, ആ കാലത്ത് ലെപ്പിത്തോദിന്റെ ഭാര്യയായ ദെബോര എന്ന ഒരു പ്രവാചകി ഇസ്രായേലിൽ ന്യായപാലനം ചെയ്തു. ഹല്ലേലൂയ. അപ്പോൾ ചില സമയങ്ങളിൽ ചില ആലോചനകൾ സഹോദരിമാരിൽ കൂടെ കർത്താവ് ചെയ്യും. ഹല്ലേലൂയ. കുറച്ച് സമയത്തേന് ദേവദാസന്മാർക്ക് ഒരു റെസ്റ്റ് കൊടുക്കാം. അവരും പല ശുശ്രൂഷ ചെയ്ത് ഭാരപ്പെട്ടിരിക്കും, ചിലപ്പം മടുത്തിരിക്കുമായിരിക്കും. പക്ഷെ നമ്മുടെ ചില വാക്കുകളോ നമ്മുടെ വചനങ്ങളോ ഒക്കെ അവർക്കും ബലം നൽകും. ഹല്ലേലൂയ. അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ന്യായപാലനം ചെയ്തു കഴിഞ്ഞപ്പം ദെബോര പറയാണ്, അവിടെ പറയുന്നു, ബാരാക്ക് നീ പോണം അവിടെ യുദ്ധം ചെയ്യാൻ. ബാരാക്കിന് ആലോചന പറഞ്ഞു കൊടുത്തത് ദെബോരയാണ്. പക്ഷെങ്കിൽ ബാരാക്ക് എന്താ പറയുന്നത്? നീ എന്നോടുകൂടെ വരുന്നെങ്കിൽ ഞാൻ പോകാം. ആലോചന കേട്ടിട്ടും മടിച്ചിരിക്കുന്ന ഒരു ബാരാക്കിനെ കാണുന്നു. അങ്ങനെ പുതിയ നിയമത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ, കർത്താവിനെ ക്രൂശിച്ചു കഴിഞ്ഞപ്പോൾ കൂടെ നടന്ന ശിഷ്യന്മാരെല്ലാം പേടിച്ചൊരു റൂമിൽ പോയിരിക്കുകയാണ്. ആ സമയത്ത് ഒരു മറിയാണ് വെളുപ്പാങ്കാലത്ത് എനിക്ക് എന്റെ കർത്താവിനെ കാണണോന്ന് പറഞ്ഞു പോയത്. അതുകൊണ്ട് ഒരു ധൈര്യത്തോടെ എഴുന്നേൽക്കുന്ന ഒരു സ്ത്രീയാണേലും പുരുഷനാണേലും കർത്താവ് ഉപയോഗിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ മറിയ അവിടെ ചെന്ന് അവിടെ കരഞ്ഞോണ്ട്, ഇപ്പോൾ കേട്ട വചനം പോലെ തന്നെ വിട്ടുകൊടുത്തില്ല. എനിക്ക് എന്റെ കർത്താവിനെ, ബാക്കി സഹോദരിമാരെല്ലാം പോയി, പക്ഷെ മറിയ പറഞ്ഞു, ഞാൻ എന്റെ യേശു കർത്താവിനെ കണ്ടിട്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ നിന്നപ്പോൾ
മറ്റ് സഹോദരിമാർക്ക് പോലും കാണാൻ പറ്റിയില്ല. അവൾ അവിടെ നിന്നത് കൊണ്ട്, അവൻ മടുത്തു പോകാതെ കരഞ്ഞ് പ്രാർത്ഥിച്ചത് കൊണ്ട് യേശു കർത്താവിനെ ആദ്യമായിട്ട് കാണാൻ പറ്റിയെന്ന് മാത്രമല്ല, ഈ സുവിശേഷം ആദ്യമായിട്ട് പറയാനായിട്ടുള്ള ഒരു അനുഭവം മറിയയ്ക്കാണ് കൊടുത്തത്. ആ ഒരു പിന്തുടർച്ചയാണ് നമ്മളിലേക്ക് കർത്താവ് തന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അതിൽ നാം സ്ത്രീകൾ ഓരോരുത്തരുമുണ്ട്. അപ്പം കർത്താവ് പറഞ്ഞു, നീ ചെന്ന് അവരോട് പറ. പത്രോസിനോട് ശിഷ്യന്മാരോടും പറയാം. ദൂതൻ പറഞ്ഞു, കർത്താവ് പറഞ്ഞു. അങ്ങനെ ചെന്ന് പറഞ്ഞിട്ടും പത്രോസും യോഹന്നാനും വന്നിട്ട് അവര് പിന്നെ നോക്കിയിട്ട് പിന്നെ തിരിച്ചുപോയി. പിന്നെ പത്രോസ് പഴയ ജോലിക്ക് പോയി. അപ്പം ഒരു ധൈര്യത്തോടെ ഒരു സ്ത്രീയെ കർത്താവ് ഉപയോഗിച്ചു. അതുപോലെ ഇവിടെ നമ്മുടെ ദെബോരയെ കർത്താവ് ഉപയോഗിച്ചു. അല്ല, കർത്താവ് അപ്പം ദെബോരയോട് പറയും, നീ ആലോചന പറഞ്ഞിട്ടും പറയും, നീ എന്റെ കൂടെ വരണോന്ന്. ബാരാക്കിന് അതിന് ധൈര്യം കിട്ടില്ല. അന്നേരം അവള് പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ നിന്നോട് കൂടെ പോരാം, എന്നാൽ നീ പോകുന്ന യാത്രയിൽ ഉണ്ടാകുന്ന ബഹുമാനം നിനക്ക് വരികയില്ല. ഹല്ലേലൂയ. ആര് ധൈര്യത്തോടെ നിൽക്കുന്നു ആ വ്യക്തിക്ക് ആ ബഹുമാനം ലഭിക്കുക. എന്നാൽ ദെബോര ആ ബഹുമാനം എടുത്തില്ല. ദെബോര കൂടെ പോയെങ്കിലും വേറൊരു സ്ത്രീയാണ് ആ ശത്രുവിനെ നശിപ്പിക്കുന്നത്, താഴെ കാണുന്നത്. അത് വേറൊരു വിഷയം, അത് പറയാനായിട്ട് സമയമില്ല, അതൊരു വിഷയമാണല്ലോ. എന്നാലും ഇന്ന് ആ കേട്ട ജോയ് സിസ്റ്റർ ആ ഒരു ചോദ്യത്തിൽ ചിലപ്പം ഭാരപ്പെട്ടെങ്കിൽ അതിനകത്തുള്ള ഒരു ആലോചനയായിട്ട് ആ വചനം തരികയാണ്. പലപ്പോഴും നമ്മൾ ആ ദൈവിക ശുശ്രൂഷയിൽ മുന്നോട്ട് പോകുമ്പോൾ അത് മുന്നോട്ട് പോകുമ്പോൾ ചില വാക്കുകൾ നമ്മളെ ഭാരപ്പെടുത്താം. എന്നാലും കർത്താവ് ബലം തരും, ധൈര്യം തരും, നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും. അതുപോലെ ഈ ദേശത്ത് നമ്മൾ കടന്നു വന്നപ്പോൾ ഞാനാണെങ്കിൽ കേരളത്തിലായിരുന്ന സമയത്ത് ഇങ്ങനെ ആത്മാവിൽ ഇങ്ങനെ പ്രാർത്ഥിക്കോ, അങ്ങനെ എല്ലാ കൺവെൻഷനിലും അങ്ങനെ ആത്മീയ അനുഗ്രഹത്തിൽ പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. മേഴ്സി ചേച്ചി പറഞ്ഞ പോലെ ഞങ്ങളുടെ ബെതസ്തയിൽ ഒരു റൂമുണ്ട്, ഒരു ചാപ്പലുണ്ട്. അതിൻ്റെ അകത്തിരുന്ന് എപ്പോഴും ആത്മാവിൽ പ്രാർത്ഥിക്കും, ഒറ്റയ്ക്ക് പോയിരുന്നു പ്രാർത്ഥിക്കും. ഇന്ത്യയുടെ ഉണർവിന് വേണ്ടി എപ്പോഴും കർത്താവ് ഇന്ത്യയിൽ ഉണർവൻ അയക്കണമേ, അതിൽ എന്നെ ഉപയോഗിക്കണമേ. ആ കാലഘട്ടങ്ങളിലൊക്കെ ഉപയോഗിക്കപ്പെട്ടിരുന്ന ആളാണ്. മേരി കോവൂർ ആന്റിയുടെ പ്രസംഗമൊക്കെ കേൾക്കാൻ പോകുമ്പോൾ ഞാൻ പറയും, കർത്താവ് എന്നെ ഈ ആന്റിയെ പോലെ ആക്കണേ, അതുപോലെ മറിയാമ്മ ആന്റിയുടെ പുറകെ മറിയാമ്മ ആന്റിയെ പോലെ ആക്കട്ടെ എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവ് എന്നെ ഈ വിജനമായ സ്ഥലത്തേക്കാണ് അയച്ചത്. ഇവിടെ ഞങ്ങള് ഹല്ലേലൂയ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ആത്മാക്കൾ ഒന്നുമില്ലാത്ത സ്ഥലത്ത് ഞങ്ങളുടെ ലീഡേഴ്സ് പറഞ്ഞു ഞങ്ങൾക്ക് പേഴ്സണേജും ഒരു ചർച്ചും തരാം, അങ്ങോട്ട് പോകാൻ പറഞ്ഞു. പക്ഷെ ദേവദാസൻ പറഞ്ഞു ഞങ്ങളൊരു പുതിയ സ്ഥലത്ത് പോയി വേല ചെയ്യുക. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഈ ഡിസ്ട്രിക്റ്റിലേക്ക് വന്നത്. ഇവിടെ വന്ന സമയത്ത് നമ്മളോടൊപ്പം ആരുമില്ലായിരുന്നു. എന്നാൽ ദൈവകൃപയാൽ പടിപടിയായിട്ട് കർത്താവ് ഞങ്ങളുടെ ശുശ്രൂഷകളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടയായി തീർന്നു. ഓരോരോ ആത്മാക്കൾ കടന്നു വരുവാൻ ഇടയായി തീർന്നു. ആദ്യമായിട്ട് ഞങ്ങൾ 3 വർഷം ഇവിടെ ശുശ്രൂഷിച്ചിട്ടും ആത്മാക്കളൊന്നുമില്ല. ഞങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ, കർത്താവ് ഇത് ഞങ്ങളെ ഇവിടെ അയച്ചതാണോ? ആ സമയത്ത് ഞങ്ങളുടെ വിവാഹം നടത്തിയത് നൈനാൻ പാസ്റ്റർ എന്ന് പറഞ്ഞ മുണ്ടക്കയത്തുള്ള തോമസ് കുട്ടി പാസ്റ്ററിന്റെ അമ്മായിപ്പനാണ് നൈനാൻ പാസ്റ്റർ. ആ സമയത്ത് പാസ്റ്ററിനോടുള്ള സ്നേഹത്തില് 2 പ്രാവശ്യം ഞങ്ങളുടെ അടുത്ത് വന്നു. അന്നേരം ആ സമയത്ത് ഞങ്ങൾക്ക് അധികം വിശ്വാസികളില്ല. പാസ്റ്ററങ്ങൾ ഇവിടെ വന്നിരുന്ന ഒരു ആത്മീയ പിതാവായിട്ട് വന്നിരുന്ന് ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്ന് ദേവദാസൻ ഈ ലോകം വിട്ട് കടന്നുപോയി. എന്നാൽ ചില ദിവസങ്ങൾക്ക് ശേഷം ഒരു ഗ്രാമം ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തന്നു. ആദ്യമായിട്ട് തുറന്നു തന്ന ആ ഗ്രാമം എന്ന് പറയുന്നത്, ഞങ്ങൾ ഓരോ ഗ്രാമങ്ങളിൽ അന്ന് സൈക്കിളിലാണ് പോകുന്നത്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അമ്മയും ഒരു മോനും ഇങ്ങനെ തളർന്നു കിടക്കാം. മോന് അസ്ഥി പഞ്ചരമാണ്. അമ്മ അവിടെ ചുമച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. പക്ഷെ നമ്മൾ ആ ഗ്രാമത്തിൽ ചെന്ന് ആദ്യം ചെന്നിട്ട് നമ്മൾ പ്രാർത്ഥിച്ചാലൊന്നും അവർക്ക് മനസ്സിലാകത്തില്ലല്ലോ. അപ്പൊ ഞങ്ങൾ അവരുടെ അവിടുത്തെ ചെന്ന് ചോദിച്ചു, എന്താ വിഷയം? അപ്പൊ ഞങ്ങൾ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിട്ട് ആ സഹോദരിയെ ഒരു ഓട്ടോ പിടിച്ച് ഞങ്ങള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ ടെസ്റ്റ് ചെയ്തപ്പോ അത് TB ആണെന്ന് അറിഞ്ഞു. അപ്പൊ അന്നത്തെ സമയത്ത് 6 മാസത്തെ മരുന്ന് ഒരുമിച്ച് കൊടുക്കും. അത് അടുത്തുള്ള ഒരു സഹോദരിയോട് പറഞ്ഞു കൊടുക്കാൻ. അപ്പൊ ഒരു ഓഫീസർ വന്ന് 6 മാസത്തെയും മരുന്ന് തന്നു. അങ്ങനെ ആ മരുന്ന് കൊടുക്കുകയും പിന്നെ ഞങ്ങൾ ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ആ സഹോദരി പൂർണ്ണമായി സൗഖ്യമായി. പക്ഷെ ആ മോന് ഭയങ്കര സീരിയസ് ആയിരുന്നു, അവനില്ല, മരിച്ചുപോയി. പക്ഷെ ആ സഹോദരിയുടെ ഹസ്ബൻഡ് ഇട്ടിട്ട് പോയായിരുന്നു, വേറൊരു കൊച്ചും കൂടെ ഉണ്ടായി. ഇന്ന് ആ സഹോദരി കർത്താവിലൊന്നും ഇല്ല, വേറെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ പോയി. പക്ഷെ ആ ഗ്രാമം ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തന്നു. അങ്ങനെ എല്ലാ ബുധനാഴ്ചയും ഞങ്ങൾ ആ ഗ്രാമത്തിൽ പോയി ഒരു പുളിയുടെ ചോട്ടിൽ നിന്ന് പാടി കർത്താവിനെ സ്തുതിക്കുവാനും വചനം പറയാൻ അവസരം കിട്ടി. അപ്പൊ ഈ സഹോദരിമാരെല്ലാം തലമുടി ഇട്ട് ഭയങ്കര ദുഷ്ടാത്മാവ് ഇങ്ങനെ
ഭയങ്കരമായിട്ട് വെളിയിലോട്ട് വരുന്ന ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ അയക്കുമ്പോ അവിടെ ഒരു കുടുംബം കർത്താവിനെ സ്വീകരിക്കാൻ, അതൊരു ഹിന്ദു കുടുംബമാണ്. അവരിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഞാനോർത്ത് ഇവര് സ്വീകരിക്കുന്നതാണ്. പക്ഷെ അവര് വചനം സ്വീകരിച്ചു. അവരുടെ വീട്ടില് ഭയങ്കര വിഗ്രഹങ്ങളൊക്കെ കൊണ്ടൊക്കെ നിറഞ്ഞാണ്. വളരെ സാധാരണ ഒരു കുടുംബം. അവര് ഞങ്ങളെ വിളിച്ച പാസ്റ്ററെ നാളെ ഞങ്ങളുടെ വീട്ടിൽ വരണം. ഞങ്ങൾ രണ്ടുപേരും പോയപ്പോ അവർക്ക് ഇരിക്കാൻ ഒരു കസേര പോലും ഇല്ല. ഒരു ഭിത്തിയോട് ചേർന്ന് ഒരു തടിയിൽ ഞങ്ങൾ ഇത് സൂക്ഷിച്ചിരിക്കണമേ, വീഴുമെന്ന് പറഞ്ഞു. എന്നിട്ട് അവര് പറഞ്ഞു ഞങ്ങളുടെ പിതാവ് 2 വർഷം മുന്നേ മരിച്ചുപോയി. ഞങ്ങളുടെ അമ്മയ്ക്ക് ഭയങ്കര അസുഖങ്ങളാണ്. കാരണം ഞങ്ങള് പൂജ ചെയ്തും ആടിനെയൊക്കെ ബലി കൊടുത്തൊക്കെ ഞങ്ങൾക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടായി. ഒന്നും ഞങ്ങളുടെ കയ്യിലല്ലോ. 3 സഹോദരന്മാരായിരുന്നു. അങ്ങനെ നമ്മൾ ആ വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവരുടെ വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരുന്നു. ആദ്യമൊക്കെ അവർക്ക് പ്രാർത്ഥനയ്ക്ക് വരാൻ പേടിയായിരുന്നു, ആരെങ്കിലും ഒക്കെ കാണും. എന്നാലും അങ്ങനെ വന്ന് ഇന്ന് ആ 3 ആൺമക്കൾ ഞങ്ങളുടെ ഈ സഭയ്ക്ക് ഒരു നെടുന്തൂണായി. ആ അമ്മച്ചി ഇപ്പോഴും, ഇപ്പൊ 25 വർഷമായി അമ്മച്ചി ഇപ്പോഴും ഒരു പ്രാർത്ഥന വീരയായിട്ട് ഞങ്ങളുടെ ഗ്രാമത്തിലെ ചർച്ചിലുണ്ട്. എപ്പോഴും സുവിശേഷം പറയുന്ന ഒരു മാതാവായിട്ട്. ഹല്ലേലൂയ. അങ്ങനെ ആ കുടുംബത്തെ കർത്താവ് തന്നു. പിന്നെ ഓരോരുത്തരായി ഓരോരോ കുടുംബങ്ങൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീർന്നു. അതിനോട് അനുബന്ധിച്ച് ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളുണ്ടായി. രണ്ട് കുഞ്ഞുങ്ങളുടെയും ഡെലിവറി ഇവിടെ റാഞ്ചി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. പിന്നെ ഇളയ മോനുണ്ടായ സമയത്ത് ഇവിടുത്തെ ഒരു ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ കടന്നു പോയത്. അവിടെ പോയപ്പോഴത്തേനും ഡോക്ടർ വന്നില്ല. രാത്രിയിലായിരുന്നു വന്നോളം പറഞ്ഞിട്ട് ഞങ്ങൾ പോയത്, അഡ്മിറ്റായി. പക്ഷെ ഡോക്ടർ വന്നില്ല. നേഴ്സുമാരോട് ട്രീറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ രാവിലെ ആയിട്ട് കുഞ്ഞ് വെളിയിലേക്ക് വന്നില്ല. അപ്പൊ അവര് ഫോഴ്സ് ചെയ്ത് എടുത്തപ്പോഴത്തേനും കുഞ്ഞിന്റെ ബ്രെയിനിലേക്ക് ഓക്സിജൻ പോകാത്തത് കൊണ്ട് അവന്റെ ബ്രെയിൻ ഡെത്ത് ആയി പോയി. സമയത്ത് നമുക്കത് മനസ്സിലായില്ല. 6:30-ക്കാണ് ഞങ്ങളുടെ ഡെലിവറി എങ്കിൽ 11 മണിയായപ്പോൾ ഡോക്ടർ ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്തു. എന്നെയും കുഞ്ഞിനെയും ആ ഡോക്ടർ അന്ന് നോക്കിയത് പോലുമില്ല. എന്തോ അന്നത്തെ ദിവസം അതെല്ലാം അടഞ്ഞിരിക്കുമായിരുന്നു. ഡോക്ടറിന് ഞങ്ങളെ നോക്കാൻ പോലുള്ള മനസ്സുണ്ടായില്ല. കുഞ്ഞ് നല്ല സുന്ദരനായ ഒരു കുഞ്ഞ്, അവനൊരു കുഴപ്പവും തോന്നുന്നില്ല. നമുക്ക് അവന് വന്ന കുഴപ്പം എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെ നമ്മൾ വീട്ടിൽ വന്ന് കുറച്ച് നാളായി അവൻ കരയത്തൊന്നുമില്ല. അങ്ങനെയായി. അതിനോട് അനുബന്ധിച്ച് ചർച്ചിൽ വേറൊരു കുഞ്ഞ്, അവളും 2 മാസം മുന്നേ ജനിച്ചത്. പിന്നെ അവള് ഓരോ സ്റ്റെപ്പ് ബൈ കമഴുന്നു, നടക്കുന്നു. പക്ഷെ ഇവൻ 6 മാസമായിട്ട് ഒന്ന് കമന്നേ ഉള്ളൂ. ഒരു 3 മാസം 4 മാസം കഴിഞ്ഞപ്പോ ഇവിടെ ഒരു ഡോക്ടറിനോട് ഞാൻ പറഞ്ഞു, മോൻ കമഴുന്നില്ല. അപ്പൊ അവന് നല്ല വെയിറ്റ് ഉള്ളത് കൊണ്ടാന്ന് ഡോക്ടർ പറഞ്ഞു. കാരണം അവർക്കൊന്നും മനസ്സിലാവുന്നില്ല അവന്റെ മുഖം കണ്ടിട്ട്. പക്ഷെ 9-ാം മാസം ആയപ്പോഴത്തേനും ഞങ്ങൾ പിന്നെ ഒരു പീഡിയാട്രീഷ്യനെ കാണിച്ചപ്പം പറഞ്ഞു, പാസ്റ്ററിനോട് പറഞ്ഞു, എനിക്കും അത് അറിയത്തില്ലായിരുന്നു. പാസ്റ്ററിനോട് പറഞ്ഞു ഇവന് ആ ഡെലിവറി സമയത്ത് അവന്റെ തലയിലേക്ക് ഓക്സിജൻ പോകാത്തത് കൊണ്ട് കുഞ്ഞിന്റെ ബ്രെയിൻ ഡെത്ത് ആയതാണ്. ഇതിന് ഒരു ചികിത്സയില്ല. ആ കുഞ്ഞ് ഇങ്ങനെ തന്നെ അങ്ങ് വളരുമെന്ന് പറഞ്ഞു. പക്ഷെ പാസ്റ്റർ അത് എന്നോട് പറഞ്ഞില്ല. പിന്നെ എല്ലാരും പറയും അവിടെ ചികിത്സിക്കാൻ ഇവിടെ ചികിത്സിക്കാൻ അങ്ങനെ ഞങ്ങൾ നിമാൻസിലും കൊണ്ടുപോയി, ബാംഗ്ലൂർ. പക്ഷെ എന്നിട്ടും അതിനൊന്നും ഒരു പ്രതിവിധിയില്ല. അവനെ എപ്പോഴും ഫിക്സ് വരും. അതിനുള്ള മരുന്ന് ഇങ്ങനെ കണ്ടിന്യൂ ലൈഫ് ടൈം കൊടുക്കണം. അങ്ങനെ 10 വയസ്സാകുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ മെലിഞ്ഞ് ഇങ്ങനെ പോകുന്ന ഇതാന്ന് ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞു. ഇന്ന് അവന് 14 വയസ്സുണ്ട്. 10 വയസ്സ് വരെ അവന് ഐ കോണ്ടാക്ട് ഇല്ലായിരുന്നു. ഒന്നും അറിയത്തില്ല. അവന് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല. കൈകൊണ്ട് ഒന്നും ചെയ്യത്തില്ല. അങ്ങനെ അവൻ ബെഡിലായിരിക്കുന്നു. പക്ഷെങ്കില് ഞങ്ങൾക്ക് അവന് പരീക്ഷയോടുകൂടെ നീക്കുപോക്കുകളും തരും. ദൈവമക്കളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എല്ലാം നന്മയ്ക്കായിട്ട് സംഭവിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം ഈ ദേശത്തിന് കാവൽക്കാരാക്കി എന്നെ വെച്ചിരിക്കുന്നെന്ന് ഞാൻ അതിൽ നിന്ന് ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കുക. എല്ലാവരും യാത്ര ചെയ്ത് അവിടെ ഇവിടെ പോകുന്നു, പല പ്രാവശ്യം നാട്ടിൽ പോകുന്നു. പലരും വിളിച്ചാൽ ഞങ്ങള് അനേക നാട്ടിലെ കല്യാണങ്ങൾ, മരണങ്ങൾ, ഇതൊന്നും നമുക്ക് സംബന്ധിക്കാൻ പറ്റുന്നില്ല. 2 ആഴ്ച മുന്നേ ഞങ്ങളുടെ അമ്മ മരിച്ചുപോയി. പാസ്റ്ററിനാണ് പോയത്. അമ്മ ചെന്നതും ചോദിച്ചത്, ഡീനായും കുഞ്ഞും വന്നില്ലെന്ന് ചോദിച്ചപ്പോ ഒരു മുഖം അങ്ങ് ഇതായി. വീഡിയോ കോൾ ഞാൻ കണ്ടു. പക്ഷെ നമുക്കത് പറ്റത്തില്ല. അവന് ഈ ചൂടില് യാത്ര ചെയ്യാനൊക്കെ വളരെ ഭാരങ്ങൾ ഉണ്ടാക്കും ഞാൻ. അപ്പോഴും ഞാൻ ഓർത്ത്, കർത്താവ് നീ എന്നെ ഒരു കാവൽക്കാരാക്കി ഇവിടെ വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പിന്നെ സ്ത്രീകൾക്ക് ഉപയോഗിക്കപ്പെടാൻ പറ്റുമോ? ഇവിടെ പാസ്റ്റർ എനിക്ക് അതിനുള്ള അവസരങ്ങളൊക്കെ തരുന്നുണ്ട്. പാസ്റ്റർ ഇല്ലാത്ത സമയത്തും ഇവിടുത്തെ ഇടങ്കൈ വലങ്കൈ അറിയാത്ത ജനങ്ങളുടെ മധ്യത്തിൽ വചനം പറഞ്ഞു കൊടുക്കാനുള്ള അവസരം എനിക്ക് തരുന്നുള്ളതും വലിയ സന്തോഷമാണ്. അപ്പം ഇവരെ വളർത്തിക്കൊണ്ടു പോകുന്ന ഒരു കൈത്താങ്ങയല്ല നൽകാൻ കർത്താവ് എത്ര നമ്മളെ ശുശ്രൂഷയിൽ ഉയർത്തിയാലും എപ്പോഴും നമ്മൾ ദേവദാസന്മാർക്ക് അധീനതയിൽ നിൽക്കണം, ദേവദാസന്മാരെ ആദരിക്കണം.
എങ്കിൽ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നമുക്കത് വളരെ അനുഗ്രഹമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ തന്നതിന് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ എന്റെ മൂത്ത മോനുമായിട്ട് സംസാരിച്ചപ്പോഴാണ് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കളുടെ ദുഃഖങ്ങൾ, അവരുടെ സഹോദരങ്ങളുടെ ദുഃഖങ്ങൾ നമുക്ക് മനസ്സിലാവും. നമുക്ക് ആ ദുഃഖം ഉണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞു, ഞാൻ രോഗിയായി കിടന്നു, നീ എന്നെ വന്ന് കണ്ടു. ഞാൻ ബന്ധനത്തിലായിരുന്നു, നീ എന്നെ വന്ന് കണ്ടു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയുള്ള പലപ്പോഴും സൂം മീറ്റിങ്ങുകളിലൊക്കെ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവരാൻ ആളുകൾക്ക് വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പലരും ചിലപ്പോ പറയും അത് നിങ്ങളുടെ കുറവ് കൊണ്ട് അങ്ങനെ ഒരു കുഞ്ഞുണ്ടായി, അല്ല നിങ്ങളുടെ വിശ്വാസക്കുറവുണ്ട്, അങ്ങനെയൊക്കെ പറയുന്ന ഒരു സാഹചര്യം കൊണ്ട് ആരും ഈ കുഞ്ഞുങ്ങളെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരത്തില്ല. പക്ഷെ എനിക്ക് അറിയാവുന്ന, എന്നെ മനസ്സിലാക്കുന്ന ചില ഗ്രൂപ്പുകളിൽ ഞാൻ ജനൽക്കുട്ടനുമായിട്ട് ഇരിക്കും. ഇങ്ങനെ ശുശ്രൂഷയുടെ സമയത്ത് അവൻ ആ റൂമിലാണ്, അല്ലാത്ത സമയങ്ങളിൽ ഞാൻ അവനുമായിട്ട് ഇരിക്കുന്നുണ്ട്. അത് അങ്ങനെ ഭാരപ്പെടുന്നവർക്ക് ആർക്കെങ്കിലും ഒരു ആശ്വാസമാണെങ്കിൽ ആശ്വാസമാകട്ടെ. കഴിഞ്ഞ ദിവസം ഒരു ഗ്രൂപ്പിൽ ഞാൻ അവനുമായിട്ട് ഇരുന്നപ്പോ ആ ഒരു സിസ്റ്റർ പറയായിരുന്നു, ഞാൻ സിസ്റ്റർ ആ കുഞ്ഞുമായിട്ട് ഇരിക്കുന്ന കാണുമ്പോൾ എനിക്കൊരു ഡൗൺ സിൻഡ്രോം ഉള്ള കുഞ്ഞുണ്ട്, അത് ഞാൻ ഓർക്കും. അപ്പം നമ്മൾ ഇരിക്കുന്ന, നമ്മളൊന്നും പറയാതെ ഇരുന്നാൽ പോലും നമ്മുടെ ജീവിതം ആർക്കെങ്കിലും ഒരു ആശ്വാസത്തിന് കാരണമായി തീരുന്നാൽ. കാരണം പലപ്പോഴും ഏലിയാവിനെ പോലെ പലരും പറയും ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഞാൻ മാത്രമേ ഈ വേദന അനുഭവിക്കുന്നതെന്നൊക്കെ ഓർത്തിരിക്കുന്നവർക്ക് നമുക്കൊരു എൻകറേജ് ചെയ്തു കൊടുക്കാൻ പറ്റും. അതിനായിട്ട് സ്വത്രം ചെയ്യുന്ന. അപ്പം എന്റെ മോൻ പറഞ്ഞാല്, മമ്മി നമ്മുടെ വീടിന്റെ അകത്ത് എന്താ ഒന്നും സംഭവിക്കാത്ത? ഞാൻ ചോദിച്ചു എന്താ സംഭവിക്കാതിരിക്കാൻ, നമ്മുടെ വീട്ടിൽ എല്ലാം ദൈവം തന്നിട്ടുണ്ടല്ലോ. അന്നേരം അവൻ പറഞ്ഞ, അല്ല ജെറൽക്കുട്ടന് എന്താ സൗഖ്യമാകാതെ അങ്ങനെ ഇരിക്കുന്നത്? അവന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ അത് ചോദിച്ചാല് പലർക്കും പല വിധത്തിലുള്ള ദുഃഖങ്ങളാണ്. മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ വെളിയിൽ കാണുന്നില്ല, അവരുടെ ഉള്ളറകളിലാണ് ദുഃഖങ്ങൾ. ഈ ലോകത്തിൽ ആരും ദുഃഖമില്ലാത്തവരില്ല. ചിലർക്ക് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥത ആരും കാണുന്നില്ല അത്. എന്നാൽ നമ്മുടെ ഈ ഇത് പ്രശ്നമെന്ന് ഞാൻ പറയത്തില്ല, ദൈവം ഞങ്ങൾക്ക് തന്ന അനുഗ്രഹമാണ്. പക്ഷെ മറ്റുള്ളവർക്ക് അതൊരു ദുഃഖമായിട്ട് തോന്നും. ഒരു മനസ്താപം, എന്താ ഒരു തെരസായിട്ടുള്ള ദയ കൊണ്ടുള്ള നോട്ടം, ഇതൊന്നും ഞങ്ങളും ആഗ്രഹിക്കുന്നില്ല. കർത്താവ് ഞങ്ങൾക്ക് തന്നാണ്, ഞങ്ങൾ സന്തോഷിക്കുന്നു. നമ്മൾ അങ്ങനെയുള്ളവരെ ഉത്സാഹിപ്പിക്കണം, വാക്കുകൾ കൊണ്ട് സംസാരിച്ചു, അയ്യോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കുഞ്ഞിനെ കിട്ടിയല്ലോ അങ്ങനെയൊന്നും പറയല്ല. ദൈവം നമ്മൾ അവരെ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പറയാണ് എന്റെ അനുഭവത്തിൽ നിന്ന്. നമ്മളിപ്പം ഇങ്ങനെ വിഷമിച്ച് പറയുന്നത് നമുക്ക് ഒന്നും കൂടെ വിഷമമാവും. പക്ഷെ അവിടെ നമുക്ക് ഉത്സാഹിപ്പിക്കുന്ന വാക്കുകൾ കൊടുക്കാം. ഞാൻ രോഗിയായി കിടന്നു, നീ എന്നെ വന്ന് കണ്ടു. ഞാൻ ബന്ധനത്തിലായിരുന്നു, നീ എന്നെ വന്ന് കണ്ടു. അനേക ദൈവദാസന്മാർ ജയിലിലെ ബന്ധനത്തിലായിരുന്നപ്പം നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു, അവർക്ക് ഉത്സാഹ വാക്കുകൾ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നു. ഞങ്ങളുടെ ചർച്ചിൽ തന്നെ ഒരു ബ്രദർ ഇപ്പം വരുന്നത്, അവൻ എപ്പോഴും ഫിക്സ് വന്ന് വീണ് പോകുന്ന ഒരു കൊച്ചായിരുന്നു. ഇപ്പം 10-24 വയസ്സുണ്ട്, കാത്തലിക് എന്ന്. അവൻ ആദ്യം ആ പ്രാർത്ഥന വന്നിരിക്കുമ്പോ അവന്റെ അവസ്ഥ കാണണം. ഇന്ന് പ്രാർത്ഥിച്ചപ്പോ സിസ്റ്റർ പറഞ്ഞു, ഈ അസ്ഥികൾ ജീവിക്കുമോ? ആ സഹോദരൻ ഇപ്പം ഒറ്റയ്ക്ക് വിശ്വാസം, അവനിപ്പം ബലപ്പെട്ടു വന്നിരിക്കുകയാണ്. അപ്പൊ അവൻ വന്ന് ഞങ്ങളോട് സംസാരിക്കും, ബാക്കി എല്ലാവരും നോക്കി. അപ്പൊ അവരുടെ വേദന, അവരെ ആരും സമൂഹത്തില് ഉത്സാഹിപ്പിക്കാനില്ല. അപ്പൊ അവന്റെ വേദനകളൊക്കെ ഞങ്ങളോട് വന്ന് പറയുമ്പോൾ ഞങ്ങൾ സമയം എടുക്കും അവന്റെ വേദനകൾ കേൾക്കാൻ. പിന്നെ വേറൊരു സഹോദരൻ 2 കണ്ണും കാണത്തില്ല. അവന് ഗ്രാമത്തിൽ അവനൊരു റേഡിയോ പിടിച്ചിങ്ങനെ നടന്നിട്ട് സുവിശേഷം കേട്ടു, ഒരു പാട്ട് കേട്ടിട്ട് യേശുവിനെ അറിഞ്ഞു. അങ്ങനെ കുറച്ച് നാളുകൾക്ക് മുന്നേ 2-3 വർഷം നമ്മുടെ ചർച്ച വരുന്നുണ്ട്. അവന്റെ 2 കണ്ണും കാണത്തില്ല, പക്ഷെ ഫോൺ അവന് ഉപയോഗിക്കുന്നുണ്ട്, എന്തോ കുറച്ച് കാണാം. അപ്പൊ അവൻ കണ്ടിന്യൂ വചനം കേൾക്കുന്നു. അപ്പൊ അങ്ങനെ ബലഹീനരായവരെ നമ്മൾ താങ്ങണമെങ്കിൽ നമ്മളിൽ ആ ബലഹീനത അനുഭവിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇന്ന് ഹല്ലേലൂയ നമുക്ക് മറ്റുള്ളവരുടെ വേദനകൾ മനസ്സിലാക്കുവാൻ. അതുകൊണ്ട് ഈ വാക്യം, തമ്മിൽ ഇണക്കിയ നഗരമായ യെരൂശലേമേ, നമ്മളിലുള്ള ഓരോരുത്തരുടെയും വേദനകളും ഭാരങ്ങളും ഒക്കെ നമുക്ക് പരസ്പരം ചുമക്കുവാനായിട്ട് കർത്താവ് നമ്മളെ വേർതിരിച്ചു. നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് കഷ്ടങ്ങളുണ്ട്, കഷ്ടമില്ലെന്ന് കർത്താവ് പറഞ്ഞില്ല. കഷ്ടമുണ്ടെങ്കിൽ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെ ത്യജിക്കുക എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് പല ആഗ്രഹങ്ങളുണ്ട് അല്ലെ? ആഗ്രഹങ്ങളൊക്കെ ത്യജിക്കണം. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നമുക്ക് സഫലമാകണമെന്നില്ല. കർത്താവിന്റെ ഇഷ്ടത്തിനായി ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ത്യജിക്കാം. ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ വേദനകളും ഭാരങ്ങളും എടുത്തുകൊണ്ട് നമ്മൾ കർത്താവിന്റെ പാതയിൽ പോകാം. നമ്മളെ കർത്താവ് ഈ വഴികളിലൊക്കെ നടത്തുന്നത് അങ്ങനെയുള്ളവരുടെ ഇടയിൽ നമ്മൾ പ്രയോജനമായി തീരുവാനായിട്ടാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത്രയും സമയം നിങ്ങളുടെ മുൻപിൽ ചില കാര്യങ്ങൾ വചനത്തിൽ കൂടെയൊക്കെ പറയാൻ അവസരം തന്ന പ്രിയ ജോയ് സിസ്റ്ററിനായും ഇത്രയും സമയം ഞങ്ങളെ ശ്രവിച്ച മേഴ്സി ചേച്ചി, ഞങ്ങളും തമ്മിലുള്ള ആത്മബന്ധം ഞങ്ങളെ ശ്രവിച്ച നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുന്നു.